പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദയൊന്നും പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടു. ശുദ്ധമതിയാക നിയമർത്തമറിയാമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സ്നേഹവാനായ കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിങ്കിൽ ഞങ്ങൾ ഒത്തുചേരുന്നു. ഈ നോമ്പുകാലത്തിന്റെ പവിത്രതയിൽ മധ്യസ്ഥ പ്രാർത്ഥനയും വിശുദ്ധന്മാരും ഞങ്ങൾക്ക് ഹൃദയസ്ഥമാക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. വന്നിരിക്കുന്നവരെ എല്ലാവരെയും വാഴ്ത്തണമേ. തുടർന്നും ഇത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നന്മയുടെ മുഖാന്തരങ്ങളിലൂടെ ലഭിക്കാനും വിശ്വാസം പഠിക്കുവാനുമുള്ള സാഹചര്യത്തെ കർത്താവ് ഒരുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. Good evening, everyone. Welcome back to our class. നമ്മുടെ വ്യാഴാഴ്ച ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. As you all know, നമ്മുടെ ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് ഈ 2 ക്ലാസ് വെച്ചായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച സമാപിച്ചു. This week we have the essay class. നമുക്ക് മലയാളം ക്ലാസ് എടുക്കാൻ പോകുന്നത് ഐസക് അച്ഛനാണ്. As you all know, ഐസക് അച്ഛനെ പ്രത്യേകിച്ച് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും എന്നെക്കാളും നന്നായി അറിയാവുന്ന ഒരു പേഴ്സണാലിറ്റി ആണ്. അപ്പൊ ഞാൻ ചിലപ്പം പറഞ്ഞ ദ ക്രെഡൻഷ്യൽസ് കുറഞ്ഞു പോകത്തേ ഉള്ളായിരിക്കും. ബട്ട് ആസ് മച്ച് ആസ് ഐ നോ, ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് അച്ഛൻ to everybody who like me might not know much about him. Achan, as you all know, has been the vice president for the diocesan MMVS for a full 3-year term, 2022 മുതൽ to 2024 വരെയുള്ള vice president ആയിരുന്നു diocesan level. And then he became, the last year he was regional vice president for Houston. But then it doesn't stop him there. I got to know that he is also the diocesan vice president for OCYM. And he is the vicar from last year. He is the vicar of St. Thomas Cathedral in Houston. And professionally, he has a doctorate in clinical psychology. So അച്ഛൻ നല്ലൊരു കൗൺസിലറും കൂടാണ്. ഡയസഷൻ ലെവലിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു പുരോഹിതനും കൂടാണ്. And as much as I know he is an excellent speaker and an excellent leader. And in addition, he is also an excellent teacher. And that is why, he is here today with us. നമ്മളോട് ഇന്നത്തെ ടോപ്പിക് ശരിക്കും to let us know, to teach us, he is the right person to be here. നമ്മൾ ഇത്രയും നാളും സെയിൻസിനെ പറ്റി, ഓരോ സെയിൻസിനെ പറ്റി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് എന്തിന് സെയിൻസിനെ പറ്റി പഠിക്കുന്നു എന്ന് അച്ഛൻ will teach us. So he's going to explain more about the role of saints and intercessory prayers in our life, in our prayerful life. Acha, we
welcome you, Achane, especially Swagadan Chiyenda, but then you're a part of MMES and will always be. But I on behalf of ABHN, Sheena and I will, warmly welcome you to our this, August gathering, August group here. Thank you so much for joining us, Acha. താങ്ക് യു ഷിനി. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഭദ്രാസന മെത്രാപ്പൊലീത്ത തിരുമേനിയെയും വൈസ് പ്രസിഡന്റ് എബിഎച്ചിനെയും ഷീന ഉൾപ്പെടെയുള്ള MMESന്റെ ടീമിനെ പ്രത്യേകം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നെ ഈ ഒരു ഉദ്യമത്തിലേക്ക് ഞാൻ പ്രാപ്തനല്ല എങ്കിലും പറഞ്ഞ വാക്കുകളൊക്കെ മെച്ചപ്പെട്ടതായിരുന്നു. പക്ഷെ ഇനി പറയുന്നത് മെച്ചപ്പെട്ടതാകുമെന്ന് എനിക്കറിയാൻ പാടില്ല. പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ വിഷയം പഠിക്കുവാനും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്ന സന്ദർഭമാണ്. പ്രത്യേകിച്ച് നോമ്പിന്റെ തിരക്ക് നമുക്കൊക്കെ ഉണ്ട്. നോമ്പ് അനുഷ്ഠിക്കുന്ന, ശക്തമായും ഭക്തിയോടെ അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും ഇത് പെട്ടെന്ന് പോകും. വളരെ ബുദ്ധിമുട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവർക്ക് ഇത് തള്ളിയാലും നീങ്ങാത്തൊരു വലിയ ഒരു ഹേർഡിലായിട്ടും തോന്നും. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് ആമുഖമായിട്ട് പറയാനുള്ളത്. സോ വി ഹാവ് എ സബ്ജക്ട് in our midst, that is role of saints and intercession. ഷിനി പറഞ്ഞതുപോലെ വിശുദ്ധന്മാരെ കുറിച്ച് നമുക്ക് നല്ല വ്യക്തതയുണ്ട്. നന്നായിട്ട് നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട് പല രീതിയിൽ. വിശുദ്ധന്മാരോടൊപ്പം അല്ലെങ്കിൽ ധൂപാർപ്പണത്തിൽ ഇതൊക്കെ ചെയ്യും. ഈ വാക്കുകളും നമുക്ക് ഏകദേശം പരിചയമുള്ളതാണ്. എന്നാൽ ഇത് എന്തിനാണെന്നുള്ളതിനെ കുറിച്ച് പലപ്പോഴും അവ്യക്തത നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കപ്പെടാറുണ്ട്. ഈ വിഷയം പഠിക്കാൻ ഷിനി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നിർബന്ധം ഉണ്ടായപ്പോൾ ഞാനത് ഏറ്റു എന്നുള്ളത് ശരിയാണ്. പക്ഷെ പിന്നീട് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡോക്യുമെന്റുകൾ വളരെ വിരളമായിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ എസ്എ പഠിക്കുന്നവരൊക്കെ പലരോടും ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് വെച്ചാ പഠിക്കുന്നേ? അപ്പൊ അവരെല്ലാം പറഞ്ഞു, അച്ഛാ ഒന്നുമില്ല, ഇനിയിപ്പൊ അച്ഛൻ ഇപ്പൊ എന്തെങ്കിലും പറയും, അത് ഞങ്ങൾ നോക്കിയിരിക്കുവാന്ന് പറഞ്ഞു. ഞാൻ നോക്കിയത് നിങ്ങളുടെ നിന്ന് എല്ലാം കിട്ടുമെന്നാണ് ഞാൻ നോക്കിയത്. പക്ഷെ എങ്കിലും സഭയിൽ പിതാക്കന്മാരും വൈദികരുമൊക്കെ ചില കാലഘട്ടങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ള ചില ഡോക്യുമെന്റും പുസ്തക രൂപേണ നമുക്ക് വലുതായിട്ട് കിട്ടുന്നില്ല എങ്കിലും കിട്ടിയ പുസ്തകങ്ങളുടെ തുമ്പിൽ പിടിച്ചും ഞാൻ വായിച്ച വേദപുസ്തകത്തിൽ തെളിഞ്ഞു വന്ന കാര്യങ്ങളും സഭാജീവിതത്തിൽ പ്രത്യേകിച്ച് സെമിനാരി വിദ്യാഭ്യാസ സമയത്ത് പഠിച്ചതുമൊക്കെ കൂട്ടിച്ചേർത്തുള്ള ഒരു ഔട്ട്ലൈൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. അതിനു മുമ്പ് ഇതിനകത്ത് 2 വാക്കുകൾ കൃത്യമായിട്ടുണ്ട്: സെയിൻസ് and intercession. Role of saints and intercessions. There are 2 words. Saint എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായൊരു വാക്ക് നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഔട്ട്ലൈൻ പറഞ്ഞ് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പെട്ടെന്ന് പോയിക്കൊള്ളാം. Saints are people who cooperated with God's grace and lived a life of faith, love and repentance. ദൈവത്തോട് സഹകരിച്ച് അല്ലെങ്കിൽ ദൈവത്തോട് ഒരുമിച്ച് ദൈവമഹത്വത്തിൽ ജീവിച്ച് വിശ്വാസത്തിലും സ്നേഹത്തിലും അനുതാപത്തിലും അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയ ഒരു സമൂഹം, അത് വ്യക്തികളാകാം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ആകാം, ഇതിനെ എല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സെയിൻസ്. വീണ്ടും they are glorified by God and recognized by the church as examples of Christian life. ദൈവത്തിന്റെ മഹത്വം പ്രാപിച്ചവരാണ് അവർ. അതോടൊപ്പം തന്നെ സഭ അവരെ തിരിച്ചറിഞ്ഞു. സഭ എന്ന് പറഞ്ഞാൽ ഒരു പള്ളിയായിട്ടല്ല, ഒരു സഭയായിട്ടല്ല, ഒരു സമൂഹമാകുന്ന സഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. അതിനെ തിരിച്ചറിയുമ്പോൾ അതിനെയും വിശുദ്ധ പദവിയായിട്ട് നമ്മൾ വിളിക്കാറുണ്ട്. ഒപ്പം they are the real role models to follow Jesus Christ. ക്രിസ്തുവിനെ അനുകരിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു സൈൻ ബോർഡാണ്. അതിന്റെ പുറകെ നമുക്ക് നടക്കാൻ പറ്റും. പക്ഷേ അത് ദൈവമല്ല. നമുക്ക് ചിലപ്പോഴൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ഈ സൈൻ ബോർഡ് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന സ്ഥലമാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹ്യൂസ്റ്റണിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഹ്യൂസ്റ്റണിൽ നിന്ന് ഡാളസിലേക്ക് ഒരു ബോർഡ് കാണുമ്പം അത് ഡാളസ് അല്ല, ഇത് പിന്നെന്താ, അത് ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന ബോർഡാണ്. പക്ഷെ യാത്ര ചെയ്താൽ എവിടെ എത്താം? ആ ഡാളസ് ബോർഡ് തെറ്റാതെ മുമ്പോട്ട് പോയി ഗൂഗിളോ അല്ലെങ്കിൽ സൈൻ ബോർഡോ വെച്ച് പോയാൽ വി ക്യാൻ റീച്ച് ഡാളസ്. അല്ലെങ്കിൽ അറ്റ്ലാന്റയിൽ ഷിനി ഇരിക്കുന്നു, ഷിനി വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ ഷി ഹാസ് ടു ഫോളോ ദ സെയിം റൊട്ടീൻ എന്ന് പറയുന്നത് പോലെയാണത്. ഒപ്പം ഇന്റർസെഷൻ എന്ന വാക്കിനെയും ഞാനൊരു വാക്കിൽ പരിചയപ്പെടുത്താം. ഇന്റർസെഷൻ ഇസ് ആൻ ആക്ട് ഓഫ് പ്ലീഡിംഗ് ഓൺ ബിഹാഫ് ഓഫ് അനദർ, serving as a mediator to stand in the gap of someone's need through prayer, intense prayer. പ്രാർത്ഥനയിലൂടെ
ഒരാൾക്ക് വേണ്ടി ശക്തമായി വാദിക്കാനോ, ശക്തമായി നമ്മുടെ മനസ്സിനെ ക്ലിപ്തപ്പെടുത്താനോ, ശക്തമായി ഒരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കാനോ ഒക്കെ നമുക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു അവസരം, അതിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. ചിലപ്പോൾ രോഗികളൊക്കെ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലരുടെ രോഗം വരുമ്പം പറയും ഞാൻ ആരോടും പറയുന്നില്ല, അതുകൊണ്ട് അത് 10 പേരറിഞ്ഞാൽ. അതിന് പല വികലമായ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഒപ്പം വിവിധ തരത്തിൽ സെയിൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു പരാമർശനം നടത്താം. അപ്പോസിൽസ്, ദേ ആർ ദ റിയൽ സെയിൻസ്, ദ സക്സസേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ദെൻ മാർട്ടിയേഴ്സ്, രക്തസാക്ഷികൾ. ഹോളി ബിഷപ്സ് ആൻഡ് ടീച്ചേഴ്സ്, മൊണാസ്റ്റിക്സ് ആൻഡ് അസെറ്റിക്സ്. അസെറ്റിക്സ് എന്ന് നോക്കാം, അതിന്റെ വാക്കും പരിചയമുള്ളതാണ്. സ്ട്രിക്ട്ലി പ്രാക്ടീസ്ഡ് സെൽഫ് ഡിസിപ്ലിൻ, വളരെ ശക്തമായ രീതിയിൽ ജീവിതത്തെക്കുറിച്ച് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ആ നിയന്ത്രണത്തിലൂടെ ദൈവത്തെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ അസെറ്റിക്. അപ്പൊ അത് പലരെയും വേദപുസ്തകത്തിൽ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. വാക്കുകളൊന്ന് പരിചയപ്പെടാൻ ഞാൻ ഈ വിഷയം ഉപയോഗിച്ചു എന്ന് മാത്രം. ഇപ്പൊ 2 വാക്കുകളൊന്ന് മനസ്സിലായി ചുരുക്കമായിട്ട്. വാട്ട് യു മീൻ ബൈ സെയിന്റ് ആൻഡ് വാട്ട് യു മീൻ ബൈ ഇന്റർസെഷൻ. ഇതിനെക്കുറിച്ച് നമുക്ക് ധാരണയുള്ളതുമാണ്. അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്, ഈ വിഷയം പഠിക്കണമെങ്കിൽ ആദ്യം സഭ എന്നൊരു വാക്ക് അല്ലെങ്കിൽ ചർച്ച് എന്നൊരു വാക്കിനെ കുറിച്ച് അല്പമായി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ചർച്ച് എന്നുള്ള വാക്ക് നമുക്ക് പരിചയമാണ്. ആ പരിചയം മാത്രം പോരാ. എക്ലീസിയ എന്ന ഒരു വാക്കിൽ നിന്ന്, ഗ്രീക്ക് പദത്തിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ചർച്ച്. സഭ എന്ന് നമ്മൾ മലയാളത്തിൽ വളരെ വ്യക്തമായി ലളിതമായി പറയുന്നുവെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് അതിന് കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ഈസ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. സഭ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ശരീരമാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആരാന്ന് ചോദിച്ചാൽ, നമ്മളതിനകത്ത് എന്നെ പറഞ്ഞാൽ ഞാൻ ഈ സഭയിലെ ക്രിസ്തുവിന്റെ ശരീരത്തിൽ എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒഴിഞ്ഞു പോകാൻ നിൽക്കുന്ന ഒരു മുടി, അല്ലെങ്കിൽ വെട്ടിക്കളയാൻ പോകുന്നൊരു നഖം, അത്രയും ഞാൻ കരുതുന്നുള്ളൂ. പക്ഷെ നമ്മൾ പരിമല തിരുമേനിയെ സങ്കല്പിക്കുമ്പോൾ അങ്ങനെയല്ല സങ്കല്പിക്കുന്നത്. ഇറ്റ്സ് വെരി ക്ലോസ് ടു ദ ഹാർട്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ തുല്യമായ അവകാശത്തിലേക്ക് നമ്മൾ ആ വിശുദ്ധനെ കാണുന്നു. പക്ഷെ നമ്മളും ആ ശരീരത്തിന്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളെ ഞാൻ നഖമായിട്ടോ മുടിയായിട്ടോ ഒന്നും പറയത്തില്ല. വ്യക്തമായ അല്ലെങ്കിൽ ദൃശ്യമായ ഏറ്റവും ഭംഗിയുള്ള ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ തുടരട്ടെ. വീണ്ടും പറയുന്നു, ദിസ് ദ ഫെലോഷിപ്പ് ഓഫ് ബിലീവേഴ്സ്. വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സഭ. 3, എ പ്ലേസ് സെപ്പറേറ്റഡ് ഫോർ ലിറ്റർജി ആൻഡ് വർഷിപ്പ്. അതുകൊണ്ടാണ് സെന്റ് തോമസ് കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കുന്നത് എന്തുമായിരിക്കും? അല്ലെ സെന്റ് ഗ്രിഗോറിയോസ്, അല്ലെ സെന്റ് സ്റ്റീഫൻസ്, അല്ലെ സെന്റ് പീറ്റേഴ്സ്. ഞാൻ ഈ ഹ്യൂസ്റ്റണിലുള്ള പള്ളികളാണ് പറയുന്നത് കേട്ടോ. സെന്റ് മേരീസ്. ഉടനെ ആദ്യം മനസ്സിൽ വരുന്നത് ഓർത്തഡോക്സ് സഭയും കർത്താവിനെയും ഒന്നും അല്ല ഓർമ്മ വരുന്നത്. പിന്നെ ഓർമ്മ വരുന്നത് ആ ബിൽഡിങ്ങും അതിനോട് ചേർന്നുള്ളൊരു കുറെ ഏക്കർ, 12 ആണോ 4 ആണോ 6 ആണോ അവരൊരു വാങ്ങിച്ച് കാലഘട്ടങ്ങളിൽ വാങ്ങിച്ചു കൂട്ടിയ സ്ഥലവും ആ പള്ളിയുടെ മുൻവശവും അതിന്റെ എലിവേഷൻ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. പക്ഷേ കാരണം ദറ്റ് പ്ലേസ് ഈസ് സെപ്പറേറ്റഡ് ഫോർ, സ്പെഷ്യലി സെപ്പറേറ്റഡ് ഫോർ ലിറ്റർജിക്കൽ വർഷിപ്പ്. വീണ്ടും ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ ഡിനോമിനേഷൻ. ഓർത്തഡോക്സ് ചർച്ച്, കാത്തലിക് ചർച്ച്, പെന്തക്കോസ്റ്റൽ ചർച്ച്, ഓർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ചർച്ചസ് ആർ ദെയർ. അങ്ങനെ ഒരു സഭയുടെ അല്ലെങ്കിൽ അതിന്റെ ഡിനോമിനേഷന്റെ പേരിനെ വിളിക്കാനും ഈ വാക്ക് ഉപയോഗിക്കും. വീണ്ടും ഇറ്റ്സ് എ ടെമ്പിൾ ഓഫ് ഗോഡ് ആസ് ഹ്യൂമൻ ബീയിങ്. ഓരോ മനുഷ്യനും യഥാർത്ഥത്തിൽ എന്തുവാ? എന്റെ മുമ്പിൽ എത്ര പേരുണ്ടെന്ന് ഞാൻ എണ്ണാൻ പോയാൽ 49 പേരെ ഞാൻ കാണുന്നുള്ളൂ, ഞാൻ ഉൾപ്പെടെ. അതിനകത്ത് എനിക്ക് സങ്കടമൊന്നുമില്ല. ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാൻ റെഡിയായിരുന്നു. ഇനി 490 പേര് വന്നാലും ഞാൻ റെഡിയാണ്, കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് സങ്കടമൊന്നുമില്ല. ഇത്രയും പേര് മതി എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇരിക്കുന്ന 49 പേരും ഒറ്റയ്ക്കല്ല. ഇതെല്ലാം ആര് തന്നെയാണ്? ക്രിസ്തുവിന്റെ ശരീരം തന്നെ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സഭ തന്നെയാണ്. എന്നാൽ ഫൈനലി പറഞ്ഞു വെക്കാൻ പോകുന്നത് സംതിങ് കണക്റ്റഡ് വിത്ത് സെയിൻസ് ആൻഡ് ഇന്റർസെഷൻ. അതിൽ പറയുന്നത് ഇറ്റ്സ് എ ഫെലോഷിപ്പ് ഓഫ് സെയിൻസ് ആൻഡ് ഡിപ്പാർട്ടഡ്. വിശുദ്ധന്മാരും വാങ്ങിപ്പോയവരും കൂടി ഇതിൽ സമ്മേളിക്കുന്നു. അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ ആരാധനയിൽ ജീവനുള്ളവരെയും മരിച്ചവരെയും കൃത്യമായി സമ്മേളിപ്പിച്ചുകൊണ്ട് മാത്രമേ വിശുദ്ധ ബലികൾ അർപ്പിക്കപ്പെടാറുള്ളൂ. ഏത് കൂദാശയും ആരംഭിക്കുന്നതും അതിന്റെ അവസാനം പൂർണ്ണമാക്കുന്നതും ജീവിച്ചിരിക്കുന്നവരെയും ഇവിടുന്ന് മൺമറഞ്ഞു പോയവരെയും, ജീവനില്ലാത്തവരെന്ന് ഞാൻ പറയത്തില്ല, മൺമറഞ്ഞ് വാങ്ങിപ്പോയവരെയും അതോടൊപ്പം വിശുദ്ധന്മാരെയും സംസർഗത്തിൽ കൃത്യമായി ഓർക്കുന്ന ഒരു സഭയുടെ പേരാണ് ഓർത്തഡോക്സ് സഭ. ആ സഭയിൽ നമ്മൾ ഈ വിശ്വാസം പഠിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ
ഒരുപാട് ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ എത്ര പ്രാവശ്യം പഠിച്ചാലും, ഞാൻ ഇന്നും നിലയായിട്ടൊക്കെയാണ് ഈ വിഷയം കൂടുതൽ ഗഹനമായി പഠിക്കാനൊക്കെ ഇച്ചിരി സമയം കിട്ടിയത്. കാരണം ഞാനൊരു മടിയനായതുകൊണ്ടായിരിക്കാമെന്ന് എൻ്റെ വിചാരം. ചിലരൊക്കെയാണ് നേരത്തെ പ്രിപ്പയർ ചെയ്യും, ചിലപ്പോൾ അങ്ങനെയല്ല, ചിലതൊക്കെ നോട്ട് ചെയ്ത് വെക്കും. ഇപ്പൊ ഞാനിങ്ങനെ പലയിടത്തുനിന്നും കിട്ടാവുന്നതൊക്കെ ചിലതൊക്കെ കൂട്ടി വെച്ചു. കാര്യം നമ്മൾ ഗസ്റ്റ് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കും. കട്ടിലും ബെഡ്റൂം ഒക്കെ കറക്റ്റ് ആണോ, വാഷ്റൂം ഒക്കെ റെഡിയാണോ, അല്ലെങ്കിൽ ഇവിടെ വാങ്ങിക്കാൻ ഭക്ഷണം കഴിക്കാനുള്ള സംഭവം അടുത്ത റെസ്റ്റോറന്റ് ഉണ്ടോ, ഇത്രയൊക്കെ ചെയ്തു വെക്കുന്നത് പോലെ ഞാനും ചെയ്തോളൂ. പക്ഷെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അതിന്റെ ഒരു കൃത്യമായ അളവിൽ അതിന്റെ ഓപ്റ്റിമൽ ലെവലിൽ എത്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ പല പ്രാവശ്യം ഇത് കേട്ടു മനസ്സിലാക്കിയെങ്കിലും ഇപ്പോഴും നമ്മളോട് ആരെങ്കിലും ഒരാൾ ഈ ചോദ്യം ചോദിച്ചാൽ, അച്ഛനായ ഞാനും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അമ്മമാരുമൊക്കെ അല്ലെ സഹോദരിമാരുമൊക്കെ ഒന്ന് ഞെട്ടും. കാരണം ഇത് ലോജിക്കൽ ലെവലിൽ ഈ വേദപുസ്തകത്തെ ഉപയോഗിക്കാൻ ഇഷ്ടംപോലെ സാധ്യതയുണ്ട്. കള്ളന് പറയാൻ പറ്റുന്ന വാക്ക് ഇതിനകത്തുണ്ട്, സാത്താന് പറയാൻ പറ്റുന്ന സംഭവം ഇതിനകത്തുണ്ട്. സാത്താൻ കർത്താവിനെ കണ്ടപ്പോൾ ഏത് വാക്കാ ഉപയോഗിച്ചേ? ഗൂഗിളിൽ നല്ല വാക്കെടുത്തേ, വേദപുസ്തകത്തിൽ നിന്നാ. കർത്താവ് തിരിച്ചു പറഞ്ഞ എന്തുവായിരുന്നു? കർത്താവും ഗൂഗിളിൽ കയറിയില്ല, AI ചോദിച്ചില്ല, കർത്താവ് പറഞ്ഞതും തിരുവചന പുസ്തകത്തിൽ നിന്ന്. അപ്പൊ തിരുവചനത്തിന്റെ ഒരു പ്രത്യേകത, ഏത് മനുഷ്യർക്കും അവർക്കിഷ്ടമുള്ള രീതിയിൽ ഇതിനെ വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റും. പക്ഷേ ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റൽ സ്റ്റഡി നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഹൗ ദ ബൈബിൾ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, സെമിനാരി പഠിക്കുമ്പം ഇപ്പോഴത്തെ തീമോഥെയോസ് തിരുമേനിയാണ് ഈ ഒരു ക്ലാസ് എടുത്തത്. എന്നിട്ട് പറഞ്ഞ് എല്ലാ പുസ്തകത്തിന്റെ ഒരു റിവ്യൂ എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഈ പുസ്തകം എങ്ങനെ ഉണ്ടായി? അത് സഭയിലൂടെ ഉണ്ടായ ഒരു പുസ്തകം. എന്നുവെച്ചാൽ ചില സഭകൾ പഠിപ്പിക്കുന്നത് ആ പുസ്തകത്തിൽ നിന്നാണ് സഭ ഉണ്ടായത്. അപ്പൊ തന്നെ അതിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് അങ്ങ് മാറുക, രണ്ട് സ്ട്രീമിലോട്ട് അങ്ങ് പോവുക. സഭയിലൂടെയാണ് ഈ വേദപുസ്തകം, ഈ തിരുവചന പുസ്തകം ഉണ്ടാക്കപ്പെട്ടത്, നമ്മുടെ കയ്യിലിരിക്കുന്നത്. അല്ലാതെ പണ്ടേ ഈ ഗ്രന്ഥം നമ്മുടെ കയ്യിൽ തന്നിട്ടല്ല, അതിൽ നിന്ന് സഭ പൊട്ടിപ്പുറപ്പെട്ടതല്ല. അപ്പൊ ഈ സഭയ്ക്കകത്ത് ഈ തിരുവചന പുസ്തകം കൂടെ ഉൾപ്പെടുമ്പോൾ കൂടുതൽ വെളിച്ചത്തോടു കൂടി നമുക്ക് വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ജീവിക്കാനുമുള്ള ഒരു ചൂണ്ടുപലകയായി നിശ്ചയമായിട്ടും തിരുവചന പുസ്തകം നമ്മുടെ മുമ്പിൽ നിൽക്കും. അങ്ങനെയെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ ധാരാളം പേര് നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് ചില അത്യാവശ്യ വ്യക്തതകൾ ഉണ്ടാകണമെന്നുള്ള ഓർമ്മ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ഞാൻ കുറെ എക്സാമ്പിളുകളും ചില ചോദ്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ഉള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്, വൈ ഡു ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് സീക്ക് ദ ഇന്റർസെഷൻ ഓഫ് സെയിൻസ്? എന്താണ് കാരണം? നമുക്ക് പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ? തന്നെ നടക്കാൻ പാടില്ലേ? എന്തിനാ വടി ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുന്നു അല്ലയാ? അല്ലെങ്കിൽ എന്തിനാ കാർ ഉപയോഗിക്കുന്നത്? നമുക്ക് നടന്നു പോകാൻ പാടില്ലേ? അല്ലെങ്കിൽ എന്തിനാ കണ്ണട ഉപയോഗിക്കുന്നത്? തന്നെ കാണാൻ പാടില്ലേ? എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം പോലെ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിനാണ് ഈ കാര്യങ്ങൾ സഭ ചെയ്യുന്നത്? ഒന്ന്, ദ ചർച്ച് ഈസ് വൺ ബോഡി ഇൻ ക്രൈസ്റ്റ്, നോട്ട് ഡിവൈഡഡ് ബൈ ഡെത്ത്. മരിക്കുമ്പോൾ സഭാജീവിതം ഉപേക്ഷിക്കപ്പെടുന്ന രീതിയിലല്ല ഓർത്തഡോക്സ് സഭ ഈ വിഷയത്തെ പഠിപ്പിക്കുന്നത്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോഴും ഈ ജീവിതം കഴിഞ്ഞ് മൺമറയുമ്പോഴും സഭയോട് ആ മനുഷ്യന്റെ ആത്മാവ് ചേർന്നിരിക്കും എന്നൊരു വിശ്വാസം നമ്മുടെ തിരുസഭ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. സെക്കൻഡ് വൺ, സെയിൻസ് ആർ ഓൾവേസ് അലൈവ് വിത്ത് ഗോഡ്. ദൈവത്തോടൊപ്പം സജീവമായ അവസ്ഥയിൽ നിൽക്കാൻ ആർക്ക് പറ്റും? ഈ ലോകം വിട്ടവർക്ക്. സിമ്പിൾ ഒരു എക്സാമ്പിൾ, എല്ലാത്തിനും എനിക്ക് വേദപുസ്തകത്തിലേക്ക് ഞാൻ വരുന്നതേ ഉള്ളൂ. ഇതിനൊരു എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, മറുരൂപമലയിൽ 1500 വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവം. അതാണ് മോശയുടെ കാലഘട്ടം. 900 ഇയേഴ്സിന് മുമ്പ് നടന്ന സംഭവമാണ് പ്രോഫറ്റ് എലൈജ. ഈ രണ്ടുപേരും അവിടെ വന്നത് ആരാ കണ്ടേ? മരിച്ചവരാണോ കണ്ടേ, അല്ലെങ്കിൽ ജീവനുള്ളവരാണോ കണ്ടേ, അതോ സാറ്റലൈറ്റിൽ നിന്ന് ഫോട്ടോ എടുത്ത് കണ്ടുപിടിച്ചതാണോ? ഇപ്പോഴൊക്കെയാണ് അതൊക്കെ സൗകര്യമുണ്ട്, അതൊന്നും ഇല്ലായിരുന്നു. ഇതെല്ലാം കാണുന്നത് ആരാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നഗ്നനേത്രം കൊണ്ട് കണ്ടത് പത്രോസും യാക്കോബും യോഹന്നാനോ. ജീവനുള്ളവർ ഈ ലോകം വിട്ട രണ്ടുപേരെ കർത്താവിനോട് കണ്ടു. ദാറ്റ് മീൻസ് ദേ ആർ സ്റ്റിൽ അലൈവ് വിത്ത് ഗോഡ്. വീണ്ടും മൂന്നാമത്തെ വിഷയം, ബൈബിൾ ഓൾവേസ് എൻകറേജ് ഇന്റർസെസറി പ്രേയർ. പരിശുദ്ധനായ പൗലോസ് ലീഹ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പണം തരാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ എപ്പോഴും പൗലോസ് ലീഹ പറയുന്നത്, യു ഹാവ് ടു പ്രേ ഫോർ മീ. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇന്റർസെഷൻ. ഇതെല്ലാ സമയത്തും ഉണ്ട്, വേദപുസ്തകത്തിൽ ഉടനീളം കാണാൻ പറ്റുന്ന ഒരു അനുഭവമാണ്. അഗെയിൻ, ഫോർത്ത് വൺ, ദ പ്രേയേഴ്സ് ഓഫ് ദ റൈച്ചസ് ആർ വെരി പവർഫുൾ.
റൈച്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയാം. നീതിമാന്മാരുടെ പ്രാർത്ഥന എപ്പോഴും അത് ഫലപ്രദമായിരിക്കും. കാരണം നീതിബോധം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സ്വഭാവമാണത്. ആ ദൈവത്തിന്റെ സ്വഭാവമാകുന്ന നീതിബോധം ആരൊക്കെ പ്രകടിപ്പിക്കുന്നുവോ അവരുടെ പ്രാർത്ഥന നിശ്ചയമായും ഫലപ്രദമായിരിക്കും, ശക്തമായിരിക്കും. ആൻഡ് ദ ഫൈനൽ വൺ, ഇൻ ഏർലി ക്രിസ്ത്യൻ ട്രഡീഷൻ, ക്രിസ്ത്യൻസ് ഓണേർഡ് മാർട്ടിയേഴ്സ് ആൻഡ് ആസ്ക്ഡ് ഫോർ ദെയർ പ്രേയേഴ്സ്. ആ കാലഘട്ടത്തിലെ ആദ്യത്തെ സഭയിലെ രക്തസാക്ഷികളെ കുറിച്ചൊക്കെ നമുക്കറിയാം. സ്തെഫാനോസ് മുതൽ ഇങ്ങനെ ആ ആദിമ ക്രൈസ്തവ സഭയിൽ ക്രിസ്തുവിന് വേണ്ടി രക്തം ചൊരിഞ്ഞവർ, ക്രിസ്തുവിന് വേണ്ടി കൊല്ലപ്പെട്ടവർ, അത് പല കാറ്റഗറി ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. റെഡ് മാർട്ടിയേഴ്സ്, വൈറ്റ് മാർട്ടിയേഴ്സ്, ഗ്രീൻ മാർട്ടിയേഴ്സ്, ഇങ്ങനെ പല കാറ്റഗറി ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ സബ്ജക്റ്റിൽ ഇല്ല, എങ്കിലും അത് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി വാക്കുകൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വിശുദ്ധന്മാരോടുള്ള സംസർഗത്തിൽ നിശ്ചയമായും നമ്മളൊരു കൂട്ടായ്മയിലാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുക. ഇനി നമ്മളെ എപ്പോഴും സംശയമുനെ കൊണ്ട് നിർത്തിക്കുന്ന 3-4 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള സന്ദർഭമാണ്. ഒന്നാമത്തെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ തന്നെ തരുന്നു. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 5 ഞാനൊന്ന് വായിക്കാം, കൂടുതൽ വ്യക്തത കിട്ടും. തീമോത്തിയോസിന് 1 തീമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ. എപ്പോഴും നമ്മളെ കൺഫ്യൂഷനെ കൊണ്ടുവരിക, ഇതിനകത്തൊരു വാക്കുണ്ട്, മധ്യസ്ഥൻ. അപ്പൊ മറ്റൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. മാതാവോ, പത്രോസ് പൗലോസ് ശ്ലീഹന്മാരോ, തോമാസ് ശ്ലീഹായോ, സ്തെഫാനോ സഹദായോ, അല്ലെങ്കിൽ കുര്യാക്കോ സഹദായോ, ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇന്റർവെൻഷൻ നടത്താൻ പറ്റുന്ന കർത്താവ് ഉണ്ടെന്ന് വേദോസ്വതി പറയുന്നു. പക്ഷെ ഇതിനകത്ത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. വിശുദ്ധന്മാരുടെ മധ്യസ്ഥത എന്ന് പറയുന്നതും കർത്താവിന്റെ മധ്യസ്ഥത എന്ന് പറയുന്നതും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ചെറുതല്ല, പറയുമ്പോൾ ചെറുതായിട്ട് തോന്നും. ഇറ്റ്സ് എ ബിഗ് ആൻഡ് എ വാസ്റ്റ് ഡിഫറൻസ്. കർത്താവ് മധ്യസ്ഥനായത് സകല ജഡത്തിന്റെയും സകല ജനത്തിന്റെയും സന്തോഷത്തിനാണ് കർത്താവ് വന്നതെങ്കിൽ അതുപോലെ തന്നെയാണ് കർത്താവ് കാൽവറിയിൽ യാഗമായതും. അത് പിതാവാൻ ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ നേടി കൊണ്ടുവന്ന് ഇവിടെ ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ ഒരു വാക്യമുണ്ട്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു സന്തോഷം. ഇതായിരുന്നു ക്രിസ്തുവിന്റെ ജനനത്തിന്റെ പൊരുളെങ്കിൽ ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ മരണവും സകല ജഡത്തിന്റെയും പാപത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആദാം മുതൽ ഇന്ന് ജീവിക്കുന്നവർ, ഇനി ജനിക്കാനിരിക്കുന്നവർ, കർത്താവിന്റെ 2ാമത്തെ വരവ് വരെ ഈ ഒരു വിഷയം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം വിശുദ്ധന്മാരുടെ മധ്യസ്ഥത എന്ന് പറയുന്നത് യാക്കോബ് ശ്ലീഹ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്, പരസ്പരം പ്രാർത്ഥിക്കുക. ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഏകമധ്യസ്ഥനായ ദൈവം എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ കാണുന്നതിനേക്കാൾ ഉപരി കാൽവറിയിൽ പരമയാഗമായ മധ്യസ്ഥത അണച്ച ക്രിസ്തു, അതിനെക്കുറിച്ചാണ് ആ കോണ്ടെക്സ്റ്റിൽ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പൗലോസ് ലീഹ വെളിപ്പെടുത്തുന്നത്. എന്നാൽ നമ്മൾ സാധാരണ പദം കൊണ്ട് ഉപയോഗിക്കുന്ന മധ്യസ്ഥത എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ വ്യക്തത മനസ്സിലാകണം. പ്രേയിങ് ഈച്ച് അതർ. ഇതിനകത്തിരിക്കുന്നവർക്കെല്ലാം കൂടെ ഇത് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് 2 മിനിറ്റ് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭദ്രാസനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി. അതൊരു മധ്യസ്ഥത അണയ്ക്കപ്പെടുന്ന രംഗം. ഈ 2 വാക്കിനെയും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ കോണ്ടെക്സ്റ്റിലുള്ള വ്യത്യാസം മനസ്സിലാകാതെ പലപ്പോഴും നമ്മൾ അറിയാത്ത അറിവിന്റെ പരിമിതിയിലേക്ക് എത്തിച്ചേരുന്നത്. ഒന്നാമത്തെ വിഷയം അതാണ്. കാൽവറിയിൽ പരമയാഗമായ മധ്യസ്ഥത അണച്ച ക്രിസ്തുവിനെ കുറിച്ചാണ് എവിടെ പറഞ്ഞേക്കുന്നത്? തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ കൃത്യമായി 1 തിമോത്തി ചാപ്റ്റർ 2 അതിനകത്ത് 5-ാം വാക്യത്തിൽ പറയുന്ന വിഷയം. 2, അതിനോട് ചേർന്നൊരു കാര്യം കൂടെ പറയട്ടെ. ക്രിസ്തു അല്ലെങ്കിൽ നമ്മുടെ ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാരെയും വാങ്ങിപ്പോയവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു
പ്രാർത്ഥനയോ മധ്യസ്ഥതയോ നമ്മുടെ സഭ പഠിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു, അതിനാണ് ചർച്ച് എന്ന വാക്കിന്റെ ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് പല ആംഗിളിൽ പല ഒബ്ജക്റ്റീവായിട്ട് പറയാൻ ശ്രമിച്ചത്. കർത്തൃ ശരീരത്തിൽ നിന്ന് വിശുദ്ധയെ മാറ്റി നിർത്താൻ സാധ്യമല്ല. കാരണം അങ്ങനെ മാറ്റുക എന്ന് പറഞ്ഞാൽ സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെങ്കിൽ വിശുദ്ധര് മരിക്കുമ്പം ഈ കർത്താവിന്റെ ശരീരമാകുന്ന ഒരു അവയവം വെട്ടിക്കളയേണ്ടി വരും. ശരിയല്ലേ? കൈ വെട്ടിക്കളഞ്ഞ കർത്താവ്, ചെവി എടുത്തു കളഞ്ഞ കർത്താവ്, മൂക്കെടുത്ത് കളഞ്ഞ കർത്താവ്, കണ്ണ് ചൂഴ്ന്നു മാറ്റിയ കർത്താവ്, അങ്ങനൊരു കർത്താവില്ല. കർത്താവ് എന്ന് പറയുന്നത് പൂർണ്ണ രൂപമായിട്ട് സഭാമക്കളെ ക്രോഡീകരിക്കുന്നെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴും ജീവിതം കഴിയുമ്പോഴും എങ്ങനെ തന്നെയായിരിക്കും? അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാത്തൊരവസ്ഥയിൽ മധ്യസ്ഥന്മാരും വിശുദ്ധന്മാരും വാങ്ങിപ്പോയവരും ഇതിനകത്ത് കൃത്യമായ അളവിൽ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചോദ്യം, ദൈവം മരിച്ചവരുടെ ദൈവമല്ല എന്നൊരു പരാമർശം സെയിന്റ് മാത്യു ചാപ്റ്റർ 22. അത് പഠിക്കുമ്പം മറ്റൊരാശയം നമുക്ക് എപ്പോഴും ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മറ്റൊരു കാര്യമാണ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. ഇതിന്റെ അവസാന ഭാഗം മാത്രം വായിച്ചാൽ നമുക്ക് എന്ത് കിട്ടുമെന്നറിയാവോ? നമ്മുടെ മാത്രമാണ് ദൈവം, മരിച്ചു കഴിഞ്ഞാൽ ദൈവമില്ല. പക്ഷെ അതിന് തൊട്ട് മുമ്പിൽ എന്താ എഴുതിയേക്കുന്നേ? ഏബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. ഇത് മരിച്ചോ ജീവനോടുണ്ടോ? ഇതെല്ലാം മരിച്ചുപോയ പൂർവിക പിതാക്കന്മാരുടെ പട്ടികകളാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ഏത് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ വിവാഹ ശുശ്രൂഷയുടെയും മാമോദീസയുടെ ശുശ്രൂഷയുടെയും ഒക്കെ എടുത്തു പാടിയാൽ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ആ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കുന്നത്. അപ്പോൾ ആ പാരമ്പര്യത്തിൽ നിൽക്കുമ്പോൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഈ ലോകം വിട്ടുപോയപ്പോൾ ഉള്ള മരിച്ചവരെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ബന്ധത്തിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ടവർ, അവരെ കുറിച്ചുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ അതിനെ കാണേണ്ടി വരും. നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അവിടെ പറഞ്ഞത് വാക്കിങ്ങനെയാണ്, എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. ഹാഫ് പാർട്ടേ ആയുള്ളൂ. അതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്, അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. മരിച്ചവരും വാങ്ങിപ്പോയവർ വിശുദ്ധന്മാർ എല്ലാം കൂടെ ചേർന്ന ഒരു സംസർഗത്തിന്റെ ആ കൂട്ടായ്മയുടെ ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. അപ്പൊ അതിനുള്ള റെഫറൻസ് നിങ്ങൾ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ മാത്യു ചാപ്റ്റർ 22 31-32 നിങ്ങൾക്ക് എഴുതേണ്ടുന്നവർക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. അതിൽ തന്നെ രണ്ട് വശമുണ്ട്. AD കാലഘട്ടത്തിലും BC കാലഘട്ടത്തിൽ. ഇതാണല്ലോ കാലഘട്ടത്തെ, ചരിത്രത്തെ രണ്ടായി മാറ്റിമറിച്ചത്. ആ കാലഘട്ടത്തിൽ രണ്ട് കാലഘട്ടവും കൂടിച്ചേരുന്ന സംസർഗം, ഒരു കൂട്ടായ്മ എവിടെയുണ്ട്? ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിശ്ചയമായിട്ടും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക. മൂന്നാമത്തെ കാര്യം, സെക്കൻഡ് കൊരിന്ത്യൻസ് 5-ാം അധ്യായം 10-ാം വാക്യം. സെക്കൻഡ് കൊരിന്ത്യൻസ് 5-ാം അധ്യായം 10-ാം വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അതുകൊണ്ട് പെന്തക്കോസ്റ്റൽ സഭ എന്ത് പറയുമെന്നറിയാവോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ചാൽ ഒന്നും നമുക്ക് ലഭ്യമല്ല. അതിന് കൃത്യമായിട്ടുള്ള മറുപടി എന്താന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സ്വഭാവത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവം സ്നേഹത്തിന്റെ അവതാരമാണ്, ഒപ്പം കരുണ കാണിക്കുന്നവനും. അതുകൊണ്ടാണ് ഈ അവസാനം 11-ാം മണി നേരത്ത് ചെന്നവനും ആദ്യ ഭാഗത്ത് ചെന്നവനും കർത്താവ് പ്രതിഫലം കൊടുത്തത് എങ്ങനെയായിരുന്നു? നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന മനുഷ്യരെ നമുക്കറിയാം. അതുകൊണ്ട് താമസിച്ച് വരുന്നവരോട് നേരത്തെ വരാൻ പറഞ്ഞാൽ അവരുടനെ ബൈബിൾ വാക്യം പറയും. എന്താ പറയുന്നറിയാം? അച്ഛൻ 11-ാം മണി നേരത്ത് വരുന്നവനും അച്ഛൻ രാവിലെ തുടങ്ങിയല്ലോ, അച്ഛനും കിട്ടാൻ പോകുന്നത് ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാനും ഇടയ്ക്ക് വിചാരിച്ചിട്ടുണ്ട്, ഞാനും 11-ാം മണി നേരത്ത് ചെന്നാൽ എന്താ?
അപ്പൊ ഇങ്ങനെയുള്ള കുടുക്കു ചോദ്യത്തിന് വേണ്ടി ഉള്ളതല്ല വേദപുസ്തകത്തിലെ വാക്യം. ഇവിടെ പറയുന്നത് നീതിസൂര്യനായ കർത്താവ് തന്റെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് നൽകുന്ന പ്രതിഫലത്തിന്റെ പേരാണ് കരുണ. എന്നോട് ഞാൻ ആവർത്തിക്കാം. നീതിയുടെ സൂര്യനായ ദൈവം തന്റെ സ്നേഹം മനുഷ്യരോട്, തന്റെ സൃഷ്ടിയോട് പ്രകടിപ്പിക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഉദാത്തമായ ഊഷ്മളമായ നന്മയുടെ പേരാണ് കരുണ. ഈ കരുണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഉത്തരവാദിത്വം ഇതാർക്ക് വിട്ടുകൊടുക്കണം? ദൈവത്തിനുള്ളതാണ്. ഇത് നമ്മൾ ഏറ്റെടുത്താൽ കഴിഞ്ഞാൽ ജഡ്ജ്മെന്റും കൂടെ നമ്മൾ ചെയ്യുന്ന രൂപത്തിലാ. കാരണം രണ്ടാമത്തെ വരവിൽ ഒരു കാര്യം വ്യക്തമാണ്, വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ന്യായവിധി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് നമ്മളെ ഏറ്റവും ഭയപ്പെടുത്തേണ്ടുന്ന കാര്യം. നരകം, സ്വർഗം അവിടെ ഇരിക്കട്ടെ. കാര്യം കർത്താവിന് ചിലപ്പോൾ തോന്നുക, അമേരിക്കയിലൊക്കെ വന്ന് കുറച്ച് മനുഷ്യർക്ക് ചാരിറ്റിയൊക്കെ കൊടുത്തു, MMVS നല്ലതായിട്ട് ആക്ട് ചെയ്തു, ലീഡർഷിപ്പ് കൊടുത്തു, റീജിയണൽ സെക്രട്ടറി ആയിട്ടിരുന്നു, പിന്നെ ഭദ്രാസന ചുമതലയിലിരുന്നു, പലരെയും സംഘടിപ്പിച്ചു, ക്യാമ്പിന് കൊണ്ടുപോയി, ഇതെല്ലാം ചെയ്തു. കർത്താവ് ഓർക്കും, ശരിയാ, ഇതിനകത്തിരിക്കുന്ന ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ എന്നാ പിന്നെ കുഴപ്പമില്ല, ഇത്രയൊക്കെ ചെയ്തേയില്ലേ. ഒരു കരുണ തോന്നിയാൽ നമ്മൾ എവിടെ ചെല്ലും? സ്വർഗത്തിൽ ചെല്ലും എന്ന് നമ്മൾ വിശ്വസിക്കണം. പക്ഷേ ഇപ്പൊ ഇതിനകത്ത് ഒരാളിന്ന് വന്നില്ല. ഇന്ന് ഭദ്രാസനത്തിൽ എത്രയോ സ്ത്രീകളുണ്ട്, ആ സ്ത്രീകളൊന്നും വന്നില്ലല്ലോ. ഇന്ന് ആകെ 52 സ്ത്രീകളെ കയറിയുള്ളൂ. അതുകൊണ്ട് നമുക്കേ സ്വർഗരാജ്യം കിട്ടുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇതാരുടെ ജോലിയായിരുന്നു? ഇത് കർത്താവിന്റെ ജോലിയായിരുന്നു. ആ ജോലി നമ്മൾ ഏറ്റെടുത്തു. അതിന് പകരം അതുപോലെയാണ് ഈ വാക്യവും. ഞാൻ വാക്യം ഒന്നുകൂടെ വായിച്ച, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. പിന്നെ താഴോട്ട് വായിക്കുമ്പോഴും അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ഇത്രയും മതിയാകും. ആ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്നേഹത്തിന്റെ മൂർത്തിഭാവമായ കർത്താവ് ക്രിസ്തു വലതുഭാഗത്തിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി അഭയയാചന കഴിക്കുമ്പോൾ, മധ്യസ്ഥത അണയ്ക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടുന്നത് സ്വർഗമാണെങ്കിൽ നമ്മൾ അത് എന്തിനു വാക്കുകൊണ്ട് തടസ്സപ്പെടുത്തണം? ഇതാണ് ആ ചോദ്യത്തിന്റെ മറുപടി. അപ്പോൾ കർത്താവ് വന്നത് സകലർക്കും വേണ്ടിയാണെങ്കിൽ കർത്താവിന്റെ കരുണ ലഭിക്കാൻ ഏവർക്കും അവസരം ദൈവം തമ്പുരാൻ ഒരുക്കുമെന്നും ആ കർത്താവിന്റെ സ്നേഹത്തെ പ്രതി കരുണ കാണിക്കണമേ എന്നും നമ്മൾ മധ്യസ്ഥതയിലൊക്കെ പ്രാർത്ഥിക്കുക. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനുള്ള പ്രാർത്ഥന ചൊല്ലിയാൽ, കരുണയുള്ള ദൈവമേ നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയോടെ സ്വരം മുട്ടുന്നു, അല്ലെങ്കിൽ മാതാവിനോട്, പരിശുദ്ധന്മാരോട്, ആചാര്യന്മാരോട്, അത് കഴിഞ്ഞ് വിശ്വാസികളോട്, ഏറ്റവും ആദ്യം സ്ലീബ, ഈ കൊക്കിലിയനൊക്കെ ചൊല്ലുമ്പോൾ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി ദൈവത്തിനോടുള്ള അഭയയാചന മുട്ടിപ്പായി കഴിക്കുന്ന ഒരവസരം കൂടിയാണ്. നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അടുത്തൊരു വാക്യം, അത് സുപരിചിതമാണ്. സങ്കീർത്തനം നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പുസ്തകമാണല്ലോ. അതിൽ 115 സങ്കീർത്തനത്തിൽ ഒരു നല്ല വാക്യമുണ്ട്, നമുക്കൊക്കെ എപ്പോഴും പഠിക്കാൻ പറ്റുന്നൊരു ഒരു വാക്യം. അതിന്റെ അവസാന ഭാഗത്താണ്, മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. ഇത്രയും മാത്രം വായിച്ചാൽ നമുക്കൊരു സ്തോത്രവും പറയാം. അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും, ശരിയാ, ആ സെമിത്തേരി പോകേണ്ട യാതൊരു കാര്യമില്ല, കഴിഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ പല്ല് അവിടെ കാണും, അല്ലെങ്കിൽ എല്ലാം അവിടെ കാണും, അല്ലെങ്കിൽ പോളിസ്റ്റർ തുണി കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ നമ്മൾ ശോശപ്പ എന്ന് പറഞ്ഞു ഇടുന്നത്, അത് ശോശപ്പ ഒന്നുമല്ല, അതൊക്കെ വെറുതെ ഏതോ തയ്യക്കടയിൽ ഉണ്ടാക്കിയ തുണി എന്നുള്ളതേ ഉള്ളൂ. ശോശപ്പ എന്ന് പറഞ്ഞാൽ തിരുശരീര രക്തങ്ങളെ മൂടുന്ന ആ ആവരണം, അതിന്റെ പേരാണ് വെയിൽ അല്ലെങ്കിൽ ശോശപ്പ. നമ്മൾ കൊണ്ടിടുന്ന എല്ലാം എന്തായിരുന്നു? ഒരുപാട് ശരീരത്തിൽ കൊണ്ടിട്ടു. ചിലര് നാട്ടിൽ നിന്ന് കിലോ കണക്കിന് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, ഇടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. അച്ഛാ ഞാനൊന്ന് ഇട്ടോളൂ. പക്ഷെ അത് ശോശപ്പ അല്ല, വെറും തുണിക്കഷ്ണമാണ്. അതിൽ നല്ലത് ഇവിടെ നമ്മൾ ക്രോഗറിലല്ലോ വാൾമാർട്ടിൽ ചെന്നാലും വെള്ള തുണി കിട്ടും. അതിന് വലിയ എംബ്രോയിഡറി ഒന്നും കാണത്തില്ലെന്നേ ഉള്ളൂ, ചുമ്മാ ഇട്ടാലും അതൊരു തുണിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അതിനെ വികലമാക്കി സംസാരിക്കാൻ വേണ്ടിയല്ല. മരിച്ചവരും മൗനതയിലിറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട്, എന്നാൽ നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കും, യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിക്കുകയും. അപ്പൊ ഈ വായിക്കുന്ന ഞാനും, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന 115 സങ്കീർത്തനക്കാരനും ഒക്കെ മരിച്ചോ എന്ന് ചോദിച്ചാൽ മരിച്ചോ? ഇത് എഴുതിയ ആളെന്തായാലും മരിച്ചു. വായിച്ച കാലഘട്ടത്തിലൂടെ വായിച്ചുകൊണ്ട് വന്നവരല്ലേ ഇത് വായിച്ചു, അവർ മരിച്ചു. ഇനി നമ്മളും ഒരു കാലഘട്ടം കഴിയുമ്പോൾ മരിക്കും. നമ്മൾ മരിക്കുമോ? അപ്പൊ നമുക്കും വായിക്കാൻ കിട്ടി, അടുത്ത തലമുറയ്ക്കും കിട്ടി, ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. കാരണം ഇതിന്റെ 115 മുഴുവൻ ഉള്ളടക്കവും ഒന്ന് പഠനത്തിന് വിധേയമാക്കിയാൽ മനസ്സിലാകും.
ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിന് അവസരം തരുമ്പോൾ അത് നഷ്ടപ്പെടുത്താതെ ജീവിക്കുന്നവൻ ദൈവത്തോടൊപ്പം സജീവാവസ്ഥയിൽ ഉണ്ടാകും. ഈ ചിന്ത നമ്മളെ ഭരിക്കണം. ഇതായിരിക്കണം ഇതിന്റെ കൃത്യമായ മറുപടി. ഇനി അഞ്ചാമത്തെ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നത്, അതും നമുക്കറിയാവുന്ന കാര്യമാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 6-ാം വാക്യം. അത് മരിച്ചവരെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. 9-ാം അധ്യായം 60-ാം വാക്യം. 6 അല്ല, 60. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം ഞാൻ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം. യേശു പറഞ്ഞു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്നുത്തരവും പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പം ഇതൊന്നും നമ്മുടെ തലയിൽ കയറത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പ്രാർത്ഥനായോഗത്തിനൊക്കെ വേദപുസ്തകം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം പുസ്തകമൊന്നും കൊണ്ടുവരത്തില്ല. എല്ലാവരുടെയും എന്തുകൊണ്ട് മൊബൈലുണ്ട്, ചിലരുടെ ഐപാഡോ ടാബോ ഒക്കെ കൊണ്ടുവരും. അതിൽ നിന്ന് നമ്മൾ തോണ്ടി ഇത് വായിക്കുന്നത്. പക്ഷെ വായിക്കുമ്പം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റൊട്ടീൻ. ഇങ്ങനെ എൻ്റെ കൈ തന്നു, നമ്മൾ ഈ പാസിങ് ദ പാർസൽ എന്ന് പറയുന്ന പോലെ എൻ്റെ ഇച്ചിരിയുടെ കിട്ടി, ഞാനത് അടുത്ത ആൾക്ക് കൊടുത്തു, അടുത്ത ആൾ 2 വരി വായിച്ചിട്ട് അടുത്ത ആൾക്ക് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തോ വായിച്ചതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇരുന്നിങ്ങനെ വെള്ളം ഇറക്കുന്ന കാണാം. അതെന്താ? നമ്മളുമായിട്ട്, നമ്മുടെ മനസ്സുമായിട്ട് ഇത് കണക്റ്റഡ് ആകുന്നില്ല. ചിലരെ നമ്മൾ പരിചയപ്പെട്ടിട്ട് പിന്നെയും ചെല്ലുമ്പോൾ ചോദിക്കും, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ചിലർ ചുമ്മാ അടിക്കുന്നതാണ്. എന്നിട്ടൊരു പേരങ്ങ് പറയും. അപ്പൊ പറയും, അയ്യോ ഞാനതല്ല, ഞാൻ ആ പേരുകാരിയല്ല, അല്ലെ ആ പേരുകാരനല്ല എന്നൊക്കെ പറയും. പക്ഷെ എന്താണെന്നറിയോ, നമ്മുടെ മൈൻഡ് സെറ്റിലോട്ട് ഇത് കൃത്യമായി ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല. ഇതുപോലെയാണ് നമ്മൾ ഇന്ന് വേദപുസ്തകം വായിക്കുന്നത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റൊട്ടീൻ. ഇതിനെ റൊട്ടീൻ പോലെ വായിച്ചു പോകുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ തലയിൽ കൃത്യമായിട്ട് കയറണമെന്ന് നിർബന്ധമേ ഇല്ല. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, ആ വാക്കിനകത്ത് തന്നെ കൃത്യമായ ഉത്തരവുണ്ട്. അപ്പൊ ഈ മരിച്ചവരെന്ന് പറയുന്നത് മൺമറഞ്ഞവരേക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആസ് പെർ ദ പെന്തക്കോസ്റ്റൽ ഓർ ദ സെക്ടേറിയൻസ് ഓർ ദ സോ കോൾഡ് ന്യൂ ജനറേഷൻ ചർച്ച്, അവരെല്ലാം പറയാറുണ്ട് ഇത്. അപ്പൊ മരിച്ചവർക്ക് എങ്ങനെയാ മരിച്ചവരെ അടക്കാൻ പറ്റുന്നത്? ഇപ്പൊ സാധാരണ നമ്മൾ പറയാറുണ്ട്, വെള്ള വസ്ത്രത്തിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മാമോദിസയ്ക്കായിട്ട് കൊണ്ടുവരും. ശരിയല്ലേ? പണ്ട് വിവാഹം നടത്തുമ്പോഴും ഏത് നിറമായിരുന്നു ഉപയോഗിക്കുന്നത്? മണവാട്ടിയുടെ വസ്ത്രം എന്തുവായിരുന്നു? തീം കളറല്ല. ഇപ്പൊ തീമുണ്ട്. അതനുസരിച്ച് അച്ഛനോടും പറഞ്ഞേക്കും, അച്ഛാ ആ തീമിന്റെ കളർ കൊണ്ടുവരണം. ഇല്ലെന്ന് പറഞ്ഞാൽ മതി, പുതിയൊരു കാപ്പ എപ്പം തന്നെ കിട്ടും. എനിക്ക് 1-2 കിട്ടി, ഇവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ അങ്ങനെ ഒത്തിരി ഇടാറില്ല, കാരണം അത് തീമിലൂടെ കിട്ടിയ കാപ്പയായതുകൊണ്ട് വലിയ ഇഷ്ടം തോന്നാറില്ല. പക്ഷെ പണ്ടൊരു ലൈറ്റ് കളർ, അല്ലെങ്കിൽ ക്രീം കളർ, അല്ലെങ്കിൽ വൈറ്റ് കളർ, അതിനോട് ബന്ധപ്പെട്ടൊരു കളർ കൊണ്ടുവരും. ഇനി അതുകൊണ്ടാണ് ഈ മദ്ബഹായിൽ കയറുമ്പോഴും ഏത് വസ്ത്രം തന്നെ വേണമെന്ന് പറയാൻ കാരണം, ബ്ലാക്ക് പാന്റ് അല്ല വേണ്ടുന്നത്, ബ്ലാക്ക് ടീഷർട്ട് അല്ല, വൈറ്റ് ഷർട്ട് ആൻഡ് വൈറ്റ് പാന്റ്. ഇത് സെമിനാരിയിൽ നിഷ്കർഷിക്കാറുണ്ട്. പക്ഷേ സെമിനാരി എന്നൊക്കെ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഞാൻ ഉൾപ്പെടെ, ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ തന്നെ ഞങ്ങൾ വൈദികരെ നോക്കുമ്പോഴും, നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ബ്ലാക്ക് പാന്റ് കാണും, അല്ലെ ബ്രൗൺ പാന്റ് കാണും, അല്ലെ കഫ് നോക്കുമ്പോൾ ആഹാ ബെഡ്ഷീറ്റ് പോലുള്ള ഷർട്ടാണല്ലോ അച്ഛൻ ഇട്ടേക്കുന്നത്, അച്ഛന് പറയാൻ പറ്റത്തില്ല വെള്ളം ഇട്ടുകൊണ്ട് വരാൻ. അപ്പൊ ഞങ്ങളെല്ലാം ഇത് പാലിക്കപ്പെടണം. ഇനി മരിച്ച് അടക്കാൻ നേരം കൊണ്ടുപോകുമ്പോഴും ഏത് കളർ ഇട്ടാ പൊതിയുന്നേ? ഇനി തീം വരുമെന്ന് എൻ്റെ ഒരു ചിന്ത. കുറച്ച് കഴിയുമ്പോൾ അതിനും തീം വരും. ചിലപ്പോൾ മൾട്ടി കളർ, അല്ലെങ്കിൽ ഒലിവ് ഗ്രീൻ ആണ്. ഞങ്ങളുടെ ബാക്കി പൂർവികരെ എല്ലാം അടക്കിയത് ഒലിവ് ഗ്രീൻ കളറിലായിരുന്നു. അതുകൊണ്ട് ഒലിവ് അല്ലെങ്കിൽ ഒലിവെണ്ണയാണല്ലോ ഒഴിക്കുന്നത്, അതുകൊണ്ട് അതിന്റെ കളർ വേണം. ഇതൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ല. നമുക്കെല്ലാം ആവശ്യം സെലിബ്രേഷൻ. ഒരു ഡാൻസും അതിനോടനുബന്ധിച്ച് വെക്കും, ഫോട്ടോ എടുക്കും. ഇത് രണ്ടും ഇല്ലാത്ത ഒരു പ്രോഗ്രാമും നമ്മൾ കാണാറില്ല. ഈവൻ പട്ടം കൂടെ കഴിഞ്ഞാലും ആദ്യം എന്തോ ചെയ്യുന്നത്? തിരുമേനിയെ കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. ഉടനെ പറയും, വി ഹാവ് എ ഫോട്ടോ സെഷൻ വിത്ത് ദ ന്യൂലി ഓർഡൈൻഡ് ആൻഡ് ദ ഡീക്കൻസ് അലോങ് വിത്ത് ദ ഫാമിലി, ദ റിലേറ്റീവ്സ് ആൻഡ് എല്ലാം പറഞ്ഞ ഉടനെ അവിടെ നമ്മൾ തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കാൻ നമുക്ക് യാതൊരു. പക്ഷെ വേറെ ഒരു മതത്തിനും ഷ്രൈനിന്റെ മുമ്പിൽ തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുക്കാറില്ല, മതസമ്മേളനം നടത്താറില്ല, പൊതുസമ്മേളനം നടത്താറില്ല. നമ്മളതിനെ ഷ്രൈൻ എന്ന് വിളിക്കും, അല്ലെ ഹോളി ഓഫ് ദ ഹോളി എന്ന് വിളിക്കും, പഠിപ്പിക്കും. പക്ഷെ നമ്മൾ പോലും അറിയാതെ മിനിറ്റ് കൊണ്ട് നമ്മളതിനെ സമ്മേളന വേദിയായിട്ട് മാറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പൊ അടുത്ത സമയത്ത് ഒരു തിരുമേനി ആവശ്യപ്പെട്ടത്, ഈ ജനറൽ ബോഡി നടക്കുമ്പം പോലും പള്ളിയുടെ മദ്ബഹായോട് ചേർന്നുള്ള സ്ഥലത്തല്ല. കാര്യം നമുക്ക് ഇച്ചിരി വിശാലമായിട്ടോ വ്യക്തമായിട്ടോ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി വരുമ്പം വാക്കുകളൊക്കെ മൂർച്ചയുള്ളതാകും, ചലഞ്ചൊക്കെ വരും.
ആര് പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. പറഞ്ഞ വിഷയത്തെക്കുറിച്ചല്ല, ഞാൻ നീണ്ടുപോകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ മരിച്ചവർക്കൊരിക്കലും മരിച്ചവരെ അടക്കാൻ പറ്റൂ, നടക്കുന്ന കാര്യമല്ലെന്ന് ആ വാക്കിൽ തന്നെയുണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത വരിയിൽ കൃത്യമായിട്ട് കർത്താവ് ഒരു കാര്യം കൂടി പാഠം പഠിപ്പിക്കുന്നുണ്ട്. നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. സോ ദ പ്രയോറിറ്റി ഷുഡ് ബി ഫോർ ദ മിനിസ്ട്രി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. സോ വി ആർ ദ ഹെറാൾഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. തോമസ് ലീഹ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ അമേരിക്ക വന്നപ്പോൾ ഏത് സഭയിൽ തന്നെയാ പോകുന്നേ? അതോ അമേരിക്ക വന്നിട്ട് വേദോത്സവം പഠിച്ചിട്ട് സഭ മാറിയതാണ്? അല്ല, സഭ മാറിക്കാണും. കല്യാണത്തിൽ കൂടെ ഒക്കെ പല സഭകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കാണും. പക്ഷെ ക്രിസ്തീയ സഭയിലേക്ക് എത്തിയത് ഇതിനകത്തിരിക്കുന്നവരെല്ലാം ആ വിശുദ്ധനായ തോമസ് ലീഹ കാലഘട്ടങ്ങൾക്ക് മുമ്പ് വന്ന് കുരിശ് നാട്ടിയ ആ അതിബദ്ധപ്പാടുള്ള ഒരു വെല്ലുവിളിയുടെ കാലഘട്ടത്തിൽ ചെയ്ത സംഭവം കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ഒരു കുരിശ് നാട്ടാൻ പറ്റുമോ? കുറെ റോസാച്ചെടി വെച്ചു, അത് കൂടെ കൂടെ വെട്ടിക്കളയും. ഫെബ്രുവരി 14 വെട്ടിയാൽ കൂടുതൽ പൂ പിടിക്കുമെന്ന് ആരോ പറഞ്ഞു. നമ്മളത് ചെവിടോടെ വെട്ടിക്കളയും, പിന്നെയും കിളിച്ചു വരും. മൾച്ച് ഇട്ടു അതിനകത്ത്, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു. നമ്മൾ അതിനെക്കുറിച്ച് ഭയങ്കര കൺസേൺഡാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഓർക്കിഡുകളുടെ വലിയ കൃഷിയുണ്ട്. ഇപ്പൊ ചില വീട്ടിൽ ചെന്നാൽ കാടിനകത്ത് കയറുന്നോണ്ടിരിക്കും, മൊത്തം ചെടി വെച്ചേക്കുക. അതിനിടയ്ക്കൂടെ വേണം നമുക്ക് അകത്തോട്ട് നടന്നു കയറിപ്പാൻ. അപ്പൊ എനിക്കാണെങ്കിൽ ഇവിടെ ഞാൻ വീട് മാറിയ സമയത്ത് 3-4 ചെടി കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടു തന്നവര് നോക്കിയപ്പോൾ ഓരോ ദിവസവും ഓരോ ഇല കരിയുക. ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കാര്യം എനിക്ക് മടി കൊണ്ടല്ല, ഇഷ്ടമാണ്, സമയം കിട്ടാറില്ല. ഞാനത് അതൊന്നും പറയാനല്ല നിൽക്കുന്നത്. എന്തിനാ ഇത് പറഞ്ഞേ? എന്തിനാ പറഞ്ഞേ? എല്ലാം മറന്നുപോയി. ഇവിടെ ഉണ്ടോന്ന് പോലും അറിയാൻ പാടില്ല. കാരണം 99% പേരും ക്യാമറ ഓഫ് ആക്കി വെച്ചേക്കുക. അവരിനി ഈ ചപ്പാത്തി വരുത്തുവാണോ, കറിക്ക് അരിയുവാണോ, അതോ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ആരും തുറക്കണ്ട കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. 1-2 പേര് ട്യൂബ്ലൈറ്റ് പോലെ കത്തിച്ചു കാണിച്ചു അവർ ജീവനോടെ ഉണ്ടെന്നുള്ളത്. ബാക്കിയുള്ളവരത് അത് കേട്ട പോലും ഇല്ല. ഇനിയിപ്പോ ചിലർ വിചാരിച്ചേക്കുന്നത് ഇത് കിടക്കട്ടെ ഓൺ ആയിട്ട്, ഇനി ഞാനായിട്ട് കയറിയില്ലെന്ന് വിചാരിക്കേണ്ട. അങ്ങനെയുള്ള മനുഷ്യരെ എനിക്കറിയാം. നാളെ ഞാൻ കേട്ടോളാം. ശരിയാണ്, ശാന്തമ്മ ആന്റി വന്നു. ആന്റി അല്ല ഞാൻ പറഞ്ഞ കേട്ടോ. ആന്റിയൊക്കെ കേൾക്കുന്ന ആളത് എനിക്കറിയാം. ഞാൻ പൊതുവെ ഉണങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉണരട്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രയോറിറ്റി, നമ്മളും വീട്ടിൽ വെച്ചേക്കുന്ന ഓരോ കാര്യങ്ങളും ചില പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ചില ചെടികളോട് നമുക്ക് അമിതമായ പ്രേമം, ചില ചെടികളോട് കുഴപ്പമില്ല, കിളിച്ചില്ലേലും കുഴപ്പമില്ല. ഈ ചേനയ്ക്കും കാച്ചിലിനും ഒന്നും നമ്മൾ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കത്തില്ല. അതേസമയം വീടിനകത്ത് വെച്ചേക്കുന്ന ചെടിക്കെല്ലാം ട്രിപ്പ് ഇറിഗേഷൻ വരെ ഇട്ടേക്കുന്ന മനുഷ്യരുണ്ട്. റോസാ ചെടി വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ പൈസ കൊടുത്താൽ വാങ്ങിച്ചെങ്കിൽ അത് ആൽഡിയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ അതിനോട് വലിയ പ്രേമമാണ്. പക്ഷേ കർത്താവ് പഠിപ്പിക്കുന്നു പ്രയോറിറ്റി. തോമസ് ലീഹ ചെയ്തതുപോലെ നമ്മളും ഇവിടെ വിട്ടേക്കുന്ന ആരായിട്ടാ? വി ആർ ഓൾസോ ദ ഹെറാൾഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യോഹന്നാൻ സ്നാപകനെ പോലെ കർത്താവ് രണ്ടാമത് വരും 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 എന്ന് പറയാനാണ് നമ്മളെ വിട്ടത്. പക്ഷെ നമ്മൾ വന്നിട്ട് എന്തുവാ ചെയ്ത്? മൊബൈൽ ഒരു 8-10 മാറി, ശരിയല്ലേ? സാരി ആണെങ്കിൽ ഒരടുക്ക് സാരി, അത് 2-3 തലമുറയ്ക്കുള്ളത് ഉണ്ട്. പക്ഷെ അടുത്ത തലമുറയ്ക്ക് അത് വേണ്ട. പിന്നെന്തുകൊണ്ട്? പഴയ കണ്ണാടിയെല്ലാം സൂക്ഷിച്ചു വെച്ചേക്കുക. അത് എപ്പോൾ ഇടാനെന്ന് അറിയാൻ പാടില്ല. കുറെ മീൽ സേഫിനകത്ത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത കുറെ പ്ലേറ്റും സോസറും വെച്ചിട്ടുണ്ട്. ആർക്കോ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാ. കുറെ ബെഡ്ഷീറ്റ് മടക്കി വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ. പിന്നെ അവസാനം ഇത് എപ്പോഴാണ് ഇടുന്നതെന്നറിയോ? പെട്ടി വെക്കുന്നതിന് മുമ്പ് തലയ്ക്ക് പൊക്കം കിട്ടാൻ വേണ്ടി ആ ബെഡ്ഷീറ്റ് എടുത്ത് വെക്കും. ഇതിങ്ങനെ കുറെ സാധനം വെച്ച് വെക്കും. ഇതിനൊന്നും അല്ല നമ്മൾ എവിടെ വന്നത്? അമേരിക്കയിൽ എത്തിയത്. അമേരിക്കയിലെന്നല്ല, ലോകത്തിലെ എവിടെ എത്തിയത് ഇതിനൊന്നും അല്ല. ഇതൊക്കെ വേണം, ശരീരം അല്ലെങ്കിൽ ലോകപ്രകാരം ഇതൊക്കെ അനിവാര്യമാണെങ്കിലും ദ പ്രയോറിറ്റി ഈസ് ഫോർ ദ മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ്. രണ്ടാമതാണ് വീട്ടുകാര്യം, അല്ലെങ്കിൽ വീട്ടിലെ കാര്യം, അല്ലെങ്കിൽ കടമകളൊക്കെ നിർവഹിക്കുക. ഇത് രണ്ടും അനിവാര്യമാണ്. പക്ഷെ പ്രയോറിറ്റി എവിടെ നിൽക്കണം? അപ്പൊ ഇതും മധ്യസ്ഥതയിൽ ഓർക്കേണ്ടുന്ന. അതുകൊണ്ട് വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അതിലും വലുതാണ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ദൈവത്തിന്റെ മക്കളായിട്ട് മാറുക. അപ്പൊ ഇതിനകത്ത് 5 ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൂടെ പറഞ്ഞാണ് ഞാൻ ഈ വിഷയത്തിന്റെ ഭാഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുന്നത്. നിങ്ങളത് ഇനി ഞാൻ ആവർത്തിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ സഭ എന്താണെന്ന് ആ വിഷയം പഠിച്ചിട്ട് വേണം എന്ത് പഠിക്കാൻ? ഈ വിഷയം പഠിക്കാൻ. ദ റോൾ ഓഫ് സെയിൻസ് ആൻഡ് ഇന്റർസെഷൻ. ദ ട്രൂ പില്ലർ ഓഫ് ദ ചർച്ച് ഈസ് ദ റോൾ ഓഫ് സെയിൻസ് ആൻഡ് ഇന്റർസെഷൻ. സഭയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന ശിലകളിൽ ഓരോ വാക്കുകളെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമെങ്കിൽ അതിലേറെ പ്രധാനപ്പെട്ടതാണ് ദ റോൾ ഓഫ്
സെയിൻസ് ആൻഡ് ഇന്റർസെഷൻ. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു, ചർച്ച് ഈസ് ദ ഫെലോഷിപ്പ് ഓഫ് സെയിൻസ് ഡിപ്പാർട്ടഡ് ആൻഡ് ദ ലിവിങ്. ഇത് ഇല്ലാതെ, അതുകൊണ്ടാണ് കുർബാന ചൊല്ലണമെങ്കിൽ അച്ഛൻ മാത്രം ഒരുങ്ങി കുർബാനയപ്പം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ ചെന്നാൽ ചൊല്ലാൻ പറ്റത്തില്ല. അവിടെ ചില കാര്യങ്ങൾ അവിടെ വേണം ചൊല്ലണമെങ്കിൽ. ഒപ്പം ശുശ്രൂഷകർ വേണം, താഴെ നിന്ന് ഇതിന് പ്രതിവാക്യം പറയാൻ ഒരാളെങ്കിലും വേണം. അപ്പൊ 3 കാറ്റഗറി പെട്ട ആളുകൾ നിശ്ചയമായിട്ടും ഉണ്ടാകണം. അതിന്റെ റിച്വലിസ്റ്റിക് കാര്യങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളും അവിടെ അനിവാര്യമാണ്. ഇതെല്ലാം കൂടെ സംഗമിക്കുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, വിശുദ്ധന്മാരുടെ സാന്നിധ്യമുണ്ട്, വാങ്ങിപ്പോയവരുടെ സാന്നിധ്യമുണ്ട്, സജീവരായി ആ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്നവരുമുണ്ട്. ഇതെല്ലാം കൂടെ സമ്മേളിക്കുന്നതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, മറുരൂപമലയ. അതിലും വലിയൊരു തെളിവ് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എപ്പോ ഓർത്താലും അത് പറഞ്ഞാൽ മതി. അതിനെ അറ്റാക്ക് ചെയ്യാൻ, അതിനെ ചലഞ്ച് ചെയ്യാൻ വേദപുസ്തകം വായിക്കുന്ന ഒരു സഭാ വിശ്വാസികൾക്കും, ഒരു സഹോദര സഭകൾക്കോ ഇതര സഭകൾക്കോ ഇതിനെ മറികടന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ലിറ്ററലി തെളിവുണ്ട്, മോശ മരിച്ചുപോയി. എവിടെ അടക്കിയ? നെബോ പർവ്വതത്തിൽ പിസ്ഗ കൊടുമുടിയിൽ അടക്കം ചെയ്ത മോശ കർത്താവിനോടൊപ്പം സംസാരിക്കുന്നു. പിന്നാര ഏലിയാവ്, സ്വർഗത്തിലേക്ക് തേരിൽ എടുക്കപ്പെട്ട ഏലിയാവ് 700, 800, 900 വർഷങ്ങൾക്ക് ശേഷം കർത്താവിന്റെ മുമ്പിൽ വന്ന് സംസാരിച്ച വിഷയം നമുക്കറിയാം, കർത്താവിന്റെ ക്രൂശാരോഹണത്തെക്കുറിച്ച്. അപ്പോൾ ദൈവത്തോട് സംസർഗം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവപുത്രന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവം സംസാരിക്കാൻ പറ്റൂ. ശരിയല്ലേ? അല്ലെ അവിടെ നിന്ന് എന്തോ സംസാരിച്ചേനെ, നമുക്കൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞേനെ, നമ്മളാ പോയിരുന്നെങ്കിൽ. ഇപ്പൊ നെബോ പർവ്വതത്തിൽ പോയവരുണ്ട്, അവിടെ ചെന്ന് എന്തോ ചെയ്തേ, മോശയോട് മധ്യസ്ഥതയല്ലാണിച്ച് അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു, നാട്ടിലെല്ലാവർക്കും അയച്ചു കൊടുത്തു. പിന്നെ അവിടെ പോയി മറുരൂപമലയുടെ മേളിൽ ചെന്നു, ടാക്സിക്കകത്താ കയറി. അവിടെ ചെന്നപ്പോ ഫ്രാൻസിസ്കൻ പള്ളിയും കണ്ടു, കാത്തലിക് അത് കഴിഞ്ഞിട്ട് ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ ഒരു ചാപ്പലും ഉണ്ട്. ഇത് രണ്ടും കണ്ടു. അവരിൽ ആരെങ്കിലും കിട്ടിയെങ്കിൽ അവരുടെ കൂടെ വന്ന് പടം എടുത്തു. മോശയുടെ ചിത്രം കണ്ടു, ഏലിയാവിന്റെ ചിത്രം കണ്ടു. നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു? പ്രാർത്ഥിച്ചു കാണും. അവിടെ ഏറ്റവും കൃത്യമായ മധ്യസ്ഥത ലോകത്തിൽ സംജാതമായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയതെന്നുള്ള ബോധ്യം. ആ ബോധ്യമാണ് ഈ വേദഭാഗം പഠിക്കാനുള്ള ഏറ്റവും വലിയ തെളിവ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിൽ നിന്നും തെളിഞ്ഞു വന്നതും പിതാക്കന്മാരും മഹാപുരോഹിതന്മാരും ഒക്കെ പറഞ്ഞ വാക്കുകളെ കോരിയെടുത്തും സെമിനാരിയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചിന്തിച്ചതും അന്നത്തെ വൈദികർ പഠിപ്പിച്ചതുമായ വിഷയങ്ങളെയൊക്കെ കോർത്തിണക്കിയും കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ മാത്രം ശ്രമിച്ചു. ഒരുപക്ഷെ എസ്സേ എഴുതാൻ എത്ര പേജ് എഴുതേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതെല്ലാം കൂടെ എഴുതുമ്പോൾ തികഞ്ഞില്ലെങ്കിൽ ഒറ്റ ഓപ്ഷൻ എനിക്കുള്ളൂ, അത് എഴുതിയത് ഒന്നും കൂടെ എഴുതുക. എനിക്ക് അത്രേ പറഞ്ഞു തരാനുള്ളൂ. പിന്നെ ഈ കേട്ടത് പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരാരും ചെറിയവരായിട്ട് ഞാൻ കാണുന്നില്ല. വേദപുസ്തകം പഠിക്കുന്നവരും വേദപുസ്തകം വായിക്കുന്നവരും ധ്യാനിക്കുന്നവരും ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നവരുമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള കൃപയുണ്ട്. ആ കൃപയിൽ ഇപ്പൊ തന്നേക്കുന്നത് വിത്തിട്ടേക്കുക. വിതക്കാരന്റെ ഉപമയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ദ പാരബിൾ ഓഫ് ദ സോവർ. ഇത് എവിടെയൊക്കെ വീണു എന്നുള്ളത് നിങ്ങൾക്കറിയാം. എല്ലാം നല്ല നിലത്ത് വീണു എന്നാണ് എൻ്റെ വിശ്വാസം. അത് നല്ലതായിട്ട് കിളിക്കട്ടെ. മുള്ളിൻ്റെ ഇടയിലാണെങ്കിലും അത് ഇളക്കി മാറ്റി എവിടെ കൊണ്ടിടണം? പാറപ്പുറത്താണെങ്കിൽ വീണതെങ്കിലും ചിലപ്പോൾ ഉറക്കം വന്ന് കാണും, അത് പാറപ്പുറത്ത് വീണോണമായി പോകും. ചിലപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതും പോട്ടെ ഞാൻ പൊറുക്കാം. ചിലപ്പോൾ കാർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കും അത് മുള്ളിനിടയിൽ വീണതാ. അത് കിളിക്കാൻ ഇച്ചിരി ബദ്ധപ്പാടുണ്ടെങ്കിലും കാർ നിർത്തി കഴിയുമ്പം ആ വിത്ത് എവിടെ കൊണ്ടിടണം? നല്ല നിലത്ത് കൊണ്ടുവന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, ഒരു അച്ഛൻ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു, അത് കുറച്ചും കൂടെ വർദ്ധിക്കാൻ, വളരാൻ കർത്താവിന്റെ കൃപ ഞങ്ങളിൽ നിറയണം. ആ നിറയാനുള്ള പ്രാർത്ഥന നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഇതൊരാളോട് മല്ല് പിടിച്ച് സംസാരിക്കാൻ വേണ്ടിയല്ല, നമുക്ക് കൺവിൻസ്ഡ് ആകാനും എസ്ഐക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ തലമുറകളെ പഠിപ്പിക്കാനും ഇതൊരു വലിയ ശ്രമമായിട്ട് നിങ്ങൾ എടുക്കുക. ഞാൻ തന്നത് 1% ആണ്. നിങ്ങളതിനെ 99% കൂടെ കൂട്ടി 100% ആക്കാൻ കർത്താവിന്റെ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ MMVSനെ അതിശക്തമായ കൃപയിൽ നയിക്കുന്ന അഭിമന്യ തിരുമനസിനോടും പ്രിയപ്പെട്ട എബി എബ്രഹാം അച്ഛനോടും ഷീനയോടും അവരുടെ നേതൃത്വത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ബലഹീനനായ എന്നെ ഈ ഒരു വലിയ ഉദ്യമത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എങ്കിലും അവരെന്നിൽ കാണിച്ചൊരു വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നു.
ദൈവം കൂടുതൽ കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു. താങ്ക് യു അച്ഛ. അത് അച്ഛൻ ഹംബിൾ ആയിട്ടാണ് അത് പറഞ്ഞെങ്കിലും ഐ എം ഷുവർ യു ഹാവ് സോൺ ദ റൈറ്റ് സീഡ് ഇൻ ടു എവ്രി വൺ ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ബൗണ്ടിഫുൾ. Now, we will see that in the essays. But if anybody has any more question, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പം അച്ഛനോട് ചോദിക്കാവുന്നതാണ്. അച്ഛൻ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, സെയിൻസിനെ നമ്മൾ വെനറേറ്റ് ചെയ്യുന്നു. അത് രണ്ടിന്റെ വ്യത്യാസം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതെ, ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, അത്ര കോണ്ടെക്സ്റ്റുവൽ അല്ലെങ്കിലും. ഫോർ എക്സാമ്പിൾ, ആന്റി LA താമസിക്കുന്ന ആള് SFOയ്ക്ക് പോകുമ്പോൾ സാൻ ഫ്രാൻസിസ്കോയുടെ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡ് നമ്മൾ കണ്ടിട്ട് ആ ബോർഡിനെ ഒരിക്കലും സാൻ ഫ്രാൻസിസ്കോ എന്ന് വിളിക്കുന്നില്ല. അതിനെ കാണുന്നു, ഉൾക്കൊള്ളുന്നു, അത് ശ്രദ്ധിക്കുന്നു, അതിൽ കിട്ടുന്ന ഡയറക്ഷനിൽ നമ്മൾ പോകുകയാണ്. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ, അതിനെ എപ്പോഴും കോട്ട് ചെയ്യരുത്. അത് പാലിക്കപ്പെടുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി എവിടെ എത്തും? സാൻ ഫ്രാൻസിസ്കോയിൽ എത്താനുള്ള ഒരു മുഖാന്തരം കിട്ടും. കാരണം ആ ബോർഡിനൊരു വ്യക്തതയുണ്ട്. ഇത് തന്നെയാണ് സെയിൻസ്. വിശുദ്ധന്മാർ, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. അപ്പൊ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തോടുള്ള അംശത്തിൽ കൂടുതൽ ശ്രദ്ധ വെക്കുന്നവർക്ക് അവരെ നമ്മൾ കാണുന്നത് ദൈവത്തെ കാണിച്ചു തരുന്ന വ്യക്തികളായിട്ടാണ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് വെനറേഷൻ. അവരെ നമ്മൾ കാണുന്നത് ആരാധനയോടും ബഹുമാനത്തോടും കാണുന്നു. പക്ഷെ അവരെ ദൈവമായിട്ട് സങ്കല്പിക്കാൻ പാടില്ല. അവരിലൂടെ നമുക്ക് എവിടെ ചെല്ലാം? ദൈവത്തിന്റെ അടുത്തെത്താൻ പറ്റും. അപ്പം ആ രീതിയിൽ ഇതിനെ കാണാൻ പറ്റിയാൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തത ഉണ്ടാകും. ചില സമയത്തൊക്കെ തിരുമേനിമാരും അച്ഛന്മാരും ഒക്കെ പ്രസംഗിക്കും, പറയും പരിമല ചെന്നിട്ട്, ഞാനും ചില സമയത്ത് ഈ എളുപ്പവഴി ഉപയോഗിച്ചിട്ടുണ്ട്. നേരെ ചെന്ന് കബറ് കയറും, പിന്നെ അവിടെ നിന്നുകൊണ്ട് പറയും, കർത്താവെ ഇന്ന് സമയമില്ലെന്ന്. അറിയാം, അവിടെ വരെ പോകാൻ എനിക്ക് സമയമുണ്ടായിരുന്നു, പക്ഷെ മദ്ബഹായിൽ കയറാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ ചില സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു കൺവിൻസിങ് പോയിന്റ് എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം പോകുന്നത്, കർത്താവെ നീ ജനിച്ച സ്ഥലം, നീ വളർന്ന സ്ഥലം, നീ കബറടക്കപ്പെട്ട സ്ഥലം, നീ ഉദ്ധാനം ചെയ്ത സ്ഥലം, ഞങ്ങളുടെ എല്ലാ പാപങ്ങളെയും കൊണ്ടുവെക്കുന്ന സ്ഥലം, ആ പാപങ്ങൾക്കെല്ലാം പരിഹാരം നൽകുന്ന സ്ഥലം, ദാറ്റ് ഈസ് നോൺ ആസ് എ പ്രൊപ്പീഷിയേറ്റിംഗ് ഓൾട്ടർ. ആ ബലിപീഠത്തിൽ ചെന്നിട്ട് ഈ ബലിപീഠത്തെ നോക്കി പ്രാർത്ഥിച്ച ഒരു പുണ്യവാൻ വിശുദ്ധനായിട്ട് തിരുമേനി ഉണ്ടല്ലോ, ആ തിരുമേനിയുടെ മധ്യസ്ഥതയിലും പോയി പറയുന്നു. ഈ പ്രയോറിറ്റിയിലാണ് നമ്മൾ എപ്പോഴും നോക്കുന്ന. പരിമല തിരുമേനി ചിലത് സാധിപ്പിച്ചു തന്നു, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പരിമല തിരുമേനിക്ക് സാധിപ്പിച്ചു തരാൻ. മജീഷ്യനും അല്ല, പരിമല തിരുമേനിക്ക് സാധിപ്പിച്ചു തരാൻ പറ്റുന്നത് ഓൺലി ത്രൂ ദ കണ്ടിന്യൂസ് ഇന്റർസെഷൻ ഓഫ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിന്റെ മുമ്പിൽ നമ്മളെ കൂടുതൽ സജീവാവസ്ഥയിൽ നമ്മളെ സമർപ്പിക്കാൻ തിരുമേനിക്ക് പറ്റും. പക്ഷെ നമ്മളവിടെ ഏൽപ്പിച്ചിട്ടല്ല പോരുന്നേ, തിരുമേനിയോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഈ കുർബാനയ്ക്ക് പേര് കൊടുക്കുമ്പോൾ പോലും ആ പേര് കൊടുക്കുന്ന ആള് കുർബാനയെ സംബന്ധിക്കണം. ചിലരിങ്ങനെ പോസ്റ്റ്മാന് കൊറിയർ കൊടുത്തു വിടുന്നില്ലെങ്കിൽ വിട്ടേക്ക്, അച്ഛൻ പ്രാർത്ഥിച്ചോളാൻ. ചിലരുണ്ട് ആ പഞ്ചായത്തിലെ മുഴുവൻ പേരിങ് എഴുതി വിടും, എന്നിട്ട് നീ വന്നായിരുന്നു. ഇല്ല, എനിക്ക് സമയം കിട്ടിയില്ല. അപ്പൊ ഇത് ആരുടെ ജോലിയാ? എന്റെ ജോലിയാ. അപ്പൊ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നില്ല. വെനറേറ്റ് ചെയ്യുന്നത് ആ പാത കാട്ടിയ ആളിനെ നമ്മൾ ബഹുമാനപൂർവ്വം നമ്മുടെ ഹൃദയത്തിലുള്ള ഇടം കൊടുക്കുന്നു. ആ പാത പിൻപറ്റുമ്പോൾ ആ പാതയോടൊപ്പം നമ്മൾ എവിടെ ചെല്ലും? യഥാർത്ഥ സ്രോതസ്, ആ നീതിസൂര്യനായ ദൈവത്തിന്റെ മുമ്പിൽ, സ്നേഹത്തിന്റെ അവതാരത്തിന്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന നമുക്ക് കരുണ ലഭിക്കും. ആ അർത്ഥത്തിൽ നമ്മൾ ഇതിനെ കാണാവൂ. രണ്ടും രണ്ട് കോണ്ടെക്സ്റ്റാ. In that context ഒന്ന് ചോദിച്ചോട്ടെ. So you said ആ ഒരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ സെയിൻസിനെ ആ സെയിന്റിനെ വെനറേറ്റ് ചെയ്യാൻ. But then Jesus has said that ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി മാത്രം, ആ ഡയറക്ഷനിൽ തന്നെ ദൈവത്തിന്റെ ഒരു അംശമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട് എങ്ങോട്ട് പോകണമെന്ന്. അങ്ങനത്തെ അവ്യക്തതയാണെങ്കിൽ, അതുകൊണ്ട് അതിന് പ്രത്യേക കണ്ണിന് രാത്രിയിലും പകലിലും മൂടൽ മഞ്ഞിലും കാണാൻ പറ്റുന്ന കളറിലാണ് അത് എഴുതിയേക്കുന്നത്. അത് ആ വ്യക്തതയാണ് നമ്മളെ അതിലേക്ക് നയിക്കുന്നത്. ഇത് തന്നെയാണ് കന്യക മറിയാം എന്ന് പറയുന്ന ആ അമ്മയെ ഡിഫൈൻ ചെയ്യുമ്പം ദാറ്റ് നെയിം ഇറ്റ് സെൽഫ് വി വിൽ ഗെറ്റ് സംതിങ്. അത് ഡയറക്ഷൻ മാത്രമല്ല, അത് നമ്മളോട് സംസാരിക്കുക. ദിസ് ഈസ് ദ റൈറ്റ് വേ, ദിസ് ഈസ് ദ റൈറ്റ് വേ, ദിസ് ഈസ് ദ റൈറ്റ് വേ എന്ന് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു കടമ ആ വിശുദ്ധമായ അല്ലെങ്കിൽ വിശുദ്ധന്
അല്ലെങ്കിൽ ആ സംസർഗത്തിൽ ഏർപ്പെടുന്നവർക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കണ്ണിയിൽ നമ്മളും ഉൾപ്പെട്ട് പ്രാർത്ഥനയിൽ അമ്മയോടൊപ്പം നമ്മളും പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ റോസറി ചൊല്ലുന്ന കാത്തലിക്സിനോട് ചോദിച്ചാൽ അവർ മാതാവിനെ ഏൽപ്പിക്കുന്നവരുമുണ്ട്. എന്നാൽ മാതാവിനോടൊപ്പം അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയിലൊരു കർത്താവിന്റെ രൂപമുണ്ട്. എന്നെത്തുന്ന എവിടെ? ക്രൂശിത രൂപത്തിലാണ്. നമ്മൾ ചിലപ്പം അത് മാത്രം കാണത്തില്ല, മാതാവിനെ മാത്രം കണ്ടിട്ട് വരും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇപ്പോഴത്തെ മാർപ്പാപ്പ അതിനൊരു ഉത്തരം കൃത്യമായി പറയേണ്ടി വന്നു. നമ്മുടെ സഭയും പിതാക്കന്മാർ പലപ്പോഴും ഇത് പറയാറുണ്ട്, 8 നോമ്പ് വിശുദ്ധമാണ്, പക്ഷെ 15 നോമ്പ് വേണ്ടാന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം ഇതെന്താണെന്നുള്ള വ്യക്തത കിട്ടാത്തതുണ്ട്. ഉത്തരം ക്ലിയർ ആയോ എന്ന് എനിക്കറിയാൻ പാടില്ല. അല്ല ചോദിക്കാൻ ഇനി ഉണ്ടെങ്കിലും പറയാം. അല്ല, സോ യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, വഴി എന്ന് പറയുന്നത് ഇറ്റ്സ് ഹിം. സോ ഇഫ് എന്തെങ്കിലും നമുക്ക് എവിടെയെങ്കിലും എത്താനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടു റീച്ച് ഗോഡ്, നമ്മൾ ആ വഴി നോക്കി, അല്ലെ യേശുവിന്റെ ജീവിതം നോക്കിയിട്ട് നയിച്ചാൽ മതിയല്ലോ. ബിക്കോസ് ഈവൻ വെൻ മോസസ് കെയിം, ഹിസ് ടീച്ചിങ് or his law that he handed over, that was incomplete, and that is why Jesus came and said. അപ്പം മോശയുടെ തന്ന നിയമങ്ങൾ പോലും നമുക്ക് ലെസർ ആണെങ്കിൽ, if the saints are also human beings, so അവരും they are not as perfect as Christ. അപ്പൊ നമ്മൾ ക്രൈസ്റ്റിനെ നോക്കി നമ്മൾ ഫോളോ ചെയ്യുക. പക്ഷെങ്കിൽ if we just remember the saints, okay, you have lived this life, pray for me എന്ന് മാത്രം പറയാതെ, if we have a long prayer dedicated to each of those saints, is that required, or just asking them to remember us when നമ്മൾ you... അതിരിക്കുന്ന വിശ്വാസം പോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം അള്ളാഹുവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞാൽ നമ്മളിത് കേൾക്കാൻ തയ്യാറാവും. ഞാൻ ആർഗ്യുമെന്റ് പറയുമല്ല, കൗണ്ടർ പറയുമല്ല, നമുക്കൊന്നും കേൾക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ച് പറയുക, കൃഷ്ണൻ ദൈവത്തിന്റെ അവതാരമാണ്, നൺ ഓഫ് മൈ ബിസിനസ്, ഉടനെ നമ്മൾ പുറത്തിരിക്കും എന്ന് പറയുന്ന പോലെ ഈ മാതാവിനോടുള്ള ഭക്തി ചെറുപ്പം മുതലേ അമ്മയിൽ നിന്നോ സഭാജീവിതത്തിൽ നിന്നോ സൺഡേ സ്കൂളിൽ നിന്നോ കിട്ടി പഠിച്ച് അതിന്റെ അനുഭവത്തിലൂടെ വളർന്നു വരുന്ന ഒരാൾക്ക് അതിങ്ങനെ ആ നിഴലിൽ തന്നെ പോകാൻ ഉള്ളൊരു ആഗ്രഹവും ഊർജവും എപ്പോഴും കാണും. പക്ഷെ അത് കിട്ടാത്ത ഒരാളോട് നമ്മൾ ഇത് ഇൻജക്ട് ചെയ്ത് കൊടുക്കുമ്പം ആ ആൾ എപ്പോഴും ഇതിനെ കാണുന്നത് ഒരു റാഷണൽ കപ്പാസിറ്റി ഉണ്ടാ, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൊണ്ട് ചിന്തിക്കുമ്പം ശരിയല്ലേ, ഐ ആം ദ വേ ആൻഡ് ട്രൂത്ത് ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞേക്കുന്ന കർത്താവ്. ഇപ്പൊ അച്ഛൻ പറയുന്നു സൈൻ ബോർഡ് കൂടെ നോക്കി പോണം. പക്ഷെ സൈൻ ബോർഡ് കർത്താവാന്ന് ഞാൻ പറഞ്ഞില്ല. ആ സൈൻ ബോർഡിലൂടെ കർത്താവിന്റെ അരികിൽ എത്താൻ അത് നമ്മളെ കൂടുതൽ സഹായകമാക്കും. പണ്ട് നമ്മൾ മാപ്പ് വെച്ച് യാത്ര ചെയ്യുന്ന ആളുകളെ, ഇതിനകത്തിരിക്കുന്ന സീനിയേഴ്സ് എല്ലാം പല സ്ഥലത്തോട്ട് യാത്ര ചെയ്തത് അതാത് സ്ഥലത്തുനിന്ന് ഒരു മാപ്പ് കിട്ടും, ആ മാപ്പ് കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങെത്തും. പക്ഷെ അന്നും സന്തോഷത്തോടെ യാത്ര ചെയ്തു. ഇപ്പം നമ്മൾ ഗൂഗിളിൽ കൊണ്ടുപോവുക, ഡേറ്റ ഇല്ലെങ്കിലോ ഇരുന്ന് കരയും. പക്ഷെ ഗൂഗിൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് യാത്ര കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പക്ഷെ നമുക്കൊരു സെൻസ് ഉണ്ട്, നമ്മുടെ ഈ സ്ഥലകാല ബോധത്തെ കുറിച്ച് നമുക്ക് ബോധ്യം വരുന്നൊരു ഇന്റലിജൻസ് ഉണ്ട്, പേര് സ്പേഷ്യൽ ഇന്റലിജൻസ്. ആ ഇന്റലിജൻസും നമുക്കൊക്കെ ഉള്ള സാധനം. അവർക്ക് വഴി ഗൂഗിളൊന്നും നോക്കണ്ട, തന്നെ പോകും. അവർ പോയിട്ട് തെറ്റുവാണെങ്കിൽ ഗൂഗിൾ ഇടും. ചിലരങ്ങനെയല്ല, ഗൂഗിൾ അമ്മ പറയുന്നത് കേട്ടോണ്ടേ പോകും. അപ്പം ചോദിക്കും, നാട്ടിലുള്ള ആരെങ്കിലും ഉണ്ട്, ആരാടാ കൂടെ നിന്ന് സംസാരിക്കുന്നത് ചോദിക്കും. ഈ അടുത്ത സമയത്ത് അമ്മയോട് ചോദിച്ചു, ഫ്രണ്ട് ഡോർ ഓപ്പൺ, ഇതിനകത്തൊരു പെങ്കൊച്ച് പറയുന്നത് പോലെ കേൾക്കുന്നത്. അമ്മ ചോദിച്ചു, ആരാ അവിടെ ഒന്ന് ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, അമ്മയുടെ ആരും ഇല്ലെന്ന്. അപ്പൊ ഇങ്ങനെ ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളത്, കോട്ട് ചെയ്യരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുമ്പം ഈ വഴി കാട്ടിയായിട്ട് അതിനെ കണ്ടാൽ മതി. പക്ഷെ അത് ഇന്റലക്ച്വൽ നോളജിൽ ഇടരുത്. അതിന് പകരം ഫെയ്ത്ത് എക്സ്പീരിയൻസിൽ ഇട്ടാൽ മാത്രമേ അത് മനസ്സിലാകൂ. അത് കർത്താവിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പൊ കർത്താവിനെ കുറിച്ച് ഒരു ഹൈന്ദവന്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞാൽ അവര് പറയും ഓക്കെ, അതേ പറയത്തുള്ളൂ. പക്ഷെ ശബരിമല പോകുന്ന കാര്യം നമ്മളോട് പറഞ്ഞാൽ പറയും, ഞാൻ പറയും കാണാനാണ് ഞാനും വരാമെന്ന് പറയും. എനിക്കത് അയ്യപ്പൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ദൈവമല്ല. പക്ഷെ ഹോളി ലാൻഡിൽ പോകുന്ന പറയുമ്പോൾ എനിക്ക് അല്പം കൂടെ ഒരു ഊർജ്ജം ഉണ്ടാകുന്നു. കാരണം ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്, ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് എനിക്ക് എന്ന് പറയുന്നത് പോലെ ഇന്റലക്ച്വലി ഇതിനെ എടുത്താൽ നമുക്കതിന് കുറവ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ സ്പിരിച്വൽ എക്സ്പീരിയൻസ് അല്ലെ ഇമോഷണൽ എക്സ്പീരിയൻസ് കൂടി ഇത് പോവുകയാണെങ്കിൽ അതിനകത്തൊരു അർത്ഥം ഉണ്ടെന്ന് നമുക്ക്, ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാം. ഒരു സിംബോളിസവും ഒരു റിച്വലും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും, ഇപ്പൊ കുക്കിങ്ങിന് പോലും നമ്മളെല്ലാം കൂടെ വാരി ഇട്ടിട്ട് അടുപ്പം കത്തിച്ചാൽ കുക്കിംഗ് ആവത്തില്ല. ഇടേണ്ടത് ഇടണം, അതിന്റെ ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുത്തണം, ഇളക്കേണ്ട സമയത്ത് ഇളക്കണം, ഉപ്പിടേണ്ട സമയത്ത് ചെയ്യണം. ഇതെല്ലാം ആക്ഷൻസാണ്.
ഇതെല്ലാം ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇതിനെ ഈ വീഡിയോ വരുമ്പം ഇതെങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ ഇതിനെല്ലാം അടിക്കുറിപ്പ് വരും, അത് പേടിയാ. അതുകൊണ്ട് വീഡിയോയുടെ ഈ അവസാന ഭാഗം ഇടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയൂ. പക്ഷേ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇന്റലക്ച്വൽ പ്ലാറ്റ്ഫോമിൽ ഇതിനെ മനസ്സിലാക്കുന്നതിന് പകരം ഭൂമിയിലുള്ള വിശുദ്ധന്മാർ ദൈവത്തോട് സംസർഗം ചെയ്യുമ്പോൾ ദൈവ വിഷയങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന ആളുകൾക്ക് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ മുമ്പിൽ ഒരു സ്ഥാനമുണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് അല്പം കൂടി മഹത്വം ഉണ്ടാകും. ഇത് നമുക്കൊരു സ്പിരിച്വൽ ബാലൻസിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിശ്ചയമായിട്ടും ചിലപ്പോൾ പറയത്തില്ലേ, ആ ആളും കൂടെ എൻ്റെ കൂടെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ബലമായിരുന്നു. ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഇന്നലെ ഒരു സർജറിക്ക് ഒരു ആന്റിയെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോഴും അപ്പൊ ആന്റി പറഞ്ഞത് ഇങ്ങനെ വിറച്ചിരിക്കുക. അപ്പൊ പറഞ്ഞു ദൈവം ആ സർജറിയുടെ സ്ഥലത്ത് അവിടെ കാണും, ആ സർജറി ചെയ്യുന്നവരുടെ കയ്യിൽ ദൈവം പിടിച്ചേക്കും. ഇത്രയും പറഞ്ഞപ്പം എന്നെ ഒന്ന് നോക്കി. അപ്പൊ ആ ധൈര്യമാണ് അവർ ഹോസ്പിറ്റലിലോട്ട് പോയത്. എന്റെ ധൈര്യമല്ല, ഞാൻ കൊടുത്ത വാക്കിന്റെയും വചനത്തിന്റെയും ധൈര്യം. അത് എവിടുന്നാ കിട്ടുന്നത്? ആ ധൈര്യം കിട്ടുന്നത് ദൈവത്തിന്റെ കൃപയിലൂടെ കിട്ടുന്ന. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇന്റലക്ച്വൽ നോളജ്, ഇറ്റ് ഈസ് എ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ നോളജ് ത്രൂ അവർ എക്സ്പീരിയൻസ്. താങ്ക് യു. ചോദിച്ചേന് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാമോ? സമയമുണ്ടോ? എനിക്ക് എൻ്റെ ഒരു ഫീലിംഗ് ആണ്, പിന്നെ നമ്മുടെ സഭ സെയിന്റ് തോമസിനേക്കാളും ഇമ്പോർട്ടന്റ് പരിമള തിരുമേനിക്ക് കൊടുക്കുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം പല പള്ളികളിൽ ഒക്കെ എല്ലാ പള്ളികളിലും തന്നെ പരിമള തിരുമേനിയുടെ ഫോട്ടോ ഉണ്ട്. എത്ര പള്ളിയിലുണ്ട് സെന്റ് തോമസിന്റെ ഫോട്ടോ? അതുപോലെ കുക്കിലിയാൻ ചൊല്ലുമ്പോൾ ഒരു പള്ളി പോലും സെന്റ് ഗ്രിഗോറിയസിന്റെ പേര് മിസ് ചെയ്യുന്നില്ല. പലപ്പോഴും മാർത്തോമാ ശ്ലീഹായുടെ പേര് പറയാറില്ല. ഞാൻ പല പള്ളിയിലും ഒബ്സർവ് ചെയ്ത ഒരു കാര്യമാണ്. എൻ്റെ മാത്രം ഒരു സംശയമാണെന്ന്. ആന്റി പറഞ്ഞത് കറക്റ്റാണ്, 100% ഞാൻ യോജിക്കുന്നു. തോമാസ് ശ്ലീഹയാണ് നമ്മളൊക്കെ ക്രൈസ്തവ സഭ കാണാനും പരിചയപ്പെടാനും ഇടയായത്. അത് ഓർക്കണം. പക്ഷേ ഈ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ തോമാസ് ശ്ലീഹായുടെ കബറിടത്തേക്കാൾ നമ്മൾ കൂടുതൽ കുറച്ചും കൂടെ ഒരു പ്രോക്സിമിറ്റി ഉള്ള സ്ഥലം പരുമലയാണ്. അപ്പൊ അതിന്റെ ഒരു പദയാത്ര പോലും ചിലപ്പോൾ നമുക്ക് ചിരി വരും. അങ്ങോട്ട് നടക്കും. എവിടുന്നാന്ന് ചോദിച്ചാൽ ചെങ്ങന്നൂന്ന് അവിടെ വരെ നടന്നിട്ട് ബോർഡ് എന്തുമായിരിക്കും എന്നറിയാവോ? സൗത്ത് വെസ്റ്റ് ഭദ്രാസനം. അവിടെ ചെന്നിട്ട് അവിടുന്ന് പിന്നെ ബസ് കയറി നമ്മളങ്ങ് പോവുക. എന്നിട്ട് പബ്ലിസിറ്റി വരുന്നത് സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ പരുമല പദയാത്ര. 2ാമത് പേരിക്കും ഹ്യൂസ്റ്റണിൽ നിന്ന് നടന്നേന്ന് തോന്നുന്നു. ഇതുപോലെ നമ്മൾ സായുജ്യം കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പൊ പ്രോക്സിമിറ്റി ഉള്ളൊരു സ്ഥലം, ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി ഉണ്ട്, കൂടുതൽ ആളുകൾ പോകുന്നൊരു സ്ഥലം. അത് മറ്റേതാണെങ്കിൽ ഒന്നീ എഡേസായി പോകണം, അല്ലെങ്കിൽ പിന്നെ മദ്രാസിലെങ്കിലും പോകണം, മൗണ്ടില്. ഇത്രയും പോകുന്ന, അതും നമുക്കൊരു ആക്സസ് ഒക്കെ വരുന്നത് യാത്രയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കാലഘട്ടങ്ങളായിട്ടേ ഉള്ളൂ. നമ്മുടെയൊക്കെ ഒരു തലമുറയ്ക്ക് മുമ്പ് വരെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ഒരു കോണ്ടെക്സ്റ്റാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട ഒരാളെ, വേറൊരു എക്സാമ്പിള്, നമ്മളെല്ലാം നാട്ടിൽ പോയാൽ ധൂപം വെക്കുന്ന ആരെയാ? 10 തലമുറ മുമ്പിലുള്ള അപ്പച്ചനെയും കാണും ധൂപം വെക്കാറുണ്ടോ? എവിടാന്നറിയാവോ? എനിക്ക് ആകെ അറിയാവുന്ന എൻ്റെ അപ്പച്ചന്റെ സ്ഥലം അറിയാം. അപ്പച്ചന്റെ അപ്പച്ചൻ അടച്ചു എന്ന് പറയുന്ന ഒരു സ്ഥലം അറിയാം. ഇതിനപ്പുറത്തോട്ട് അതിന് പുറകിൽ അപ്പച്ചൻ ഇല്ലായിരുന്നു, അമ്മച്ചി ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടിയതിനെ നമ്മൾ മാക്സിമം നമ്മുടെ ഒരു ശ്രദ്ധയിലും നമ്മുടെ ഹൃദയത്തിലും വാക്കിലും പ്രാർത്ഥനയിലും കൊണ്ടുവരുന്നു. പക്ഷെ ആന്റി പറഞ്ഞതിനെ ഞാൻ യോജിക്കുന്നു. അൾട്ടിമേറ്റ് ആയിട്ട് പറഞ്ഞാൽ വി ഷുഡ് ഗീവ് പ്രയോറിറ്റി ഫോർ സെന്റ് തോമസ്. അത് കഴിഞ്ഞേ ഉള്ളൂ. നമുക്ക് മാതാവ് കഴിഞ്ഞാൽ സെന്റ് തോമസിനെ ഓർക്കണം. പിന്നെ അതാത് പള്ളി ഏത് നാമത്തിൽ വെച്ചിരിക്കുന്നോ ആ വിശുദ്ധന്റെ നാമത്തിൽ നമുക്ക് പ്രത്യേകമായ ഒരു മധ്യസ്ഥത കൃത്യമായിട്ടുണ്ടാകും. ഇടവകയുടെ കാവൽ പിതാവ്, ആ നാടിന്റെ കാവൽ പിതാവ്, ദേശത്തിന്റെ കാവൽ പിതാവ് എന്ന് വിളിക്കുന്ന അർത്ഥത്തിൽ അതിന് പ്രാധാന്യം കൊടുക്കണം. പക്ഷേ തോമസ് ശ്ലീഹ ഷുഡ് ബി ഇൻ ദ ടോപ്പ് ലെവൽ ആഫ്റ്റർ സെന്റ് മേരി. അതിനെ ഞാൻ യോജിക്കുന്നു. അപ്പൊ എനിക്കായിട്ടൊരു മെഷർ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇപ്പൊ കേട്ട അച്ഛൻ എന്നുള്ള നിലയിൽ അത് ഞാൻ ഇപ്പൊ ഇരിക്കുന്ന സെന്റ് തോമസ് ആയതുകൊണ്ട് പിന്നെ അതേ ഇപ്പൊ വായു വരുത്തുള്ളൂ. അതിന് തൊട്ടു മുമ്പായിരുന്നെങ്കിൽ ഒരു പോലിങ്ങും മാർ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരെ ഇത് മാത്രമേ വായു വരുത്തുള്ളായിരുന്നു. അപ്പൊ ഞാൻ തോമസ് ശ്ലീഹായെ ഓർക്കുന്നില്ല എന്നതിന് അർത്ഥമില്ല. കാരണം തോയോബോ ചൊല്ലി വരുമ്പം ഈ വിശുദ്ധന്മാരുടെ പട്ടികയിൽ അത് കൃത്യമായിട്ടുണ്ട്. തുബ്ദേനകത്ത് മാർത്തോമാ ശ്ലീഹായെ കൃത്യമായിട്ട് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് കുകുല്യം ചെല്ലുമ്പോൾ നമ്മൾ ആ മാർത്തോമാ പറയുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നതിനേക്കാൾ ഉപരി നമ്മൾ അത് താതാത്മ്യപ്പെടുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആന്റി പറഞ്ഞത് പ്രയോറിറ്റിയിൽ കൊടുക്കുന്ന കാര്യം കൂടിയാണ്. താങ്ക് യു.
പിന്നെ അച്ഛാ ഒരു ക്വസ്റ്റ്യൻ കൂടെ എനിക്കുള്ളത്, എങ്ങനെ അച്ഛാ മരിച്ചവരെ അടക്കുന്നത്? അതെനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. അച്ഛൻ ഇപ്പൊ പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായില്ല ബാബ, എന്താണ് യേശുക്രിസ്തു അതുകൊണ്ട് ഉദ്ദേശിച്ചെന്നുള്ളത് എന്തിനാ എനിക്ക് അങ്ങനെ ഒരിക്കലും പറയുന്നത്? അല്ലേ? മരിച്ചവർ പോയി തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, കുഴിച്ചിടട്ടെ, നീയോ പോയി. നീയോ പോയി സുവിശേഷം അറിയിക്കുക. അല്ല, അതിനകത്തൊരു കാരണമുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്നല്ലേ അതുണ്ടായേ. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പനെ കുഴിച്ചിടണം എന്നൊരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു. അതിന് കർത്താവ് കൊടുത്ത മറുപടിയാ മരിച്ചവർ പോയി മരിച്ചവരെ ഇടട്ടെ. അപ്പൊ അതെന്തിനാ പറഞ്ഞെന്ന് ചോദിക്കണമെങ്കിൽ ഇനി കർത്താവിനെ ഞാൻ വിളിച്ചു ചോദിക്കേണ്ടി അല്ലല്ല, വരും. അത് പിന്നെ ഒരു കൺഫ്യൂസിങ് അല്ലേ? മരിച്ചവരെ അല്ലേ? കൺഫ്യൂസിങ് ആണ്. ആന്ന്. പക്ഷെ അവൻ ആ കർത്താവിനോട് സംഭാഷണം നടത്തിയ ആള് പറഞ്ഞതിനെ കർത്താവ് ഒരു വാക്കുകൊണ്ട് ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കുന്നു എന്നാൽ ഞാൻ അതിനെ കാണുന്നുള്ളൂ. ചിലപ്പോൾ അതിന് ദൈവശാസ്ത്ര അർത്ഥം ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. എന്റെ മനസ്സിൽ അത്രേ തോന്നുന്നുള്ളൂ. നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ കുറച്ചും കൂടെ പണ്ഡിതന്മാരായ പിതാക്കന്മാരോട് നമുക്ക് ചോദിച്ചാൽ അതിന് ഒരു പക്ഷേ നല്ല മറുപടി കിട്ടുമായിരിക്കാം. അത് വായിക്കുമ്പോ എപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ തോന്നാറുണ്ട്, ഇതെന്തുവാ എന്നുള്ള. അതുകൊണ്ട് ഞാനിപ്പോ ചോദിച്ചതേ ഉള്ളൂ. പഠിപ്പിച്ചത് കൊണ്ട്. ഒരു പ്രസംഗത്തില് കേട്ടത്, മരിച്ചവർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മരിച്ചവരെ അടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് മരിച്ചവർ എന്നായിരുന്നു അന്നത്തെ കാലത്ത് അവരെ അഡ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു കൺവെൻഷൻ പ്രസംഗത്തിൽ ഞാൻ കേട്ടതാണ്. അത് എത്രമാത്രം പല കാറ്റഗറി കൊണ്ട് ഓരോരുത്തരെ കാണുമ്പോൾ, ഇപ്പൊ ഞങ്ങൾ ഇവിടെ സെമിട്രിയിലെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാള് എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾ അറിയാതെ പറയാറുണ്ട്, മരണത്തിൻ ദൂതൻ പുറകെ വന്നപ്പോൾ എന്നുള്ള പാട്ട് പാടും. ആ മനുഷ്യനെ കാണുമ്പോഴേ ഞങ്ങൾക്ക് അതാ ഓർമ്മ വരുന്നേ. പേര് ഞാൻ പറയത്തില്ല, നിങ്ങളത് കോട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ അറിയത്തില്ല, ചിലപ്പോൾ അങ്ങനെ പേര് കാണും. പറഞ്ഞത് ശരിയായിരിക്കാം. താങ്ക് യു. അച്ഛാ, ക്യാൻ ഐ ഷെയർ ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദാറ്റ്? ഇപ്പൊ ആന്റി ചോദിച്ചതില് ഈ കണ്ടെക്സ്റ്റ്, ഈ ചോദ്യത്തിന്റെ കണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഹി ഈസ് ആസ്കിങ് സമ്മൺ, a man, to follow him. അന്നേരം ആ മനുഷ്യൻ പറയുന്നത് that let my father is dead, let me go bury him. അന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ, whoever has heard the word of God through Christ are leaving then. But whoever has not been able to hear the word of God through Christ, and whoever has not been able to follow Christ then, were considered dead. Whoever does not follow Christ's word is dead in the eyes of God. And so whoever is dead in such context, let them bury their people, their dead people, because they are not living in the word of God. But you have heard my word, and I am asking you to follow. So you follow me and proclaim my word, proclaim the kingdom of God. You will be living in my word. But whoever has not heard my word are dead and will be dead. Let them who don't follow my word bury the rest. ശരിയാണ്. അതിനാ ഞാൻ പറഞ്ഞത്, പ്രയോറിറ്റി കർത്താവിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ആകുക, ബാക്കിയെല്ലാം സെക്കൻഡറിയാ. അപ്പൊ അതിൽ പിന്നെ അന്ന് ഇത്രയും വ്യക്തതയൊന്നും ആ സമൂഹത്തിന് ഉണ്ടോന്ന് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ ഇത് കർത്താവ് വന്നെന്ന് പോലും ഒരു ചെറിയ സമൂഹത്തിനെ മനസ്സിലായുള്ളൂ. അതുകൊണ്ടല്ലേ കർത്താവിനെ ക്രൂശിക്കാൻ ചോദിച്ചപ്പോഴും ആരെ വിട്ടുതരാനാ പറഞ്ഞേ? ബറബാസിനെ വിട്ടുതരാനാ പറഞ്ഞത്. അപ്പൊ ആ കമ്മ്യൂണിറ്റിക്കൊന്നും ഇത് ദൈവപുത്രനാണെന്ന് മനസ്സിലായിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഒരു പെരിഫറൽ നോളജാ. ഇപ്പൊ നമ്മൾ യുദ്ധത്തെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു, നമ്മൾ അതിന്റെ എന്തെങ്കിലും ടേസ്റ്റ് അറിഞ്ഞിട്ടാണോ? ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മുടെ ആരൊക്കെയോ ഗൾഫിൽ ഉള്ളത് കൊണ്ട് നമുക്കൊരു ഭയമുണ്ട്. ഇനി ഇങ്ങോട്ട് 2 അടി വന്നാൽ അപ്പൊ നമ്മൾ ചൂട് അലേർട്ടാവും. ഇപ്പൊ ആകെ നമ്മൾ അനുഭവിച്ചത്, ഫ്ലൈറ്റിൽ പോയവർക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ കൂടുതൽ പൈസ പോയി. ഇതിനപ്പുറത്തോട്ട് നമുക്കതൊരു എക്സ്പീരിയൻസ് കിട്ടില്ല. ഇതുപോലെ കർത്താവ് വന്ന സമയം ഇത്രയും ടീച്ചിങ്സ് ഒന്നും ഇല്ല, ഇത്രയും ഡിവൈസ് ഇല്ല, കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് ഇല്ല. അപ്പൊ കേട്ടവര് അത് നന്നായിട്ട് ഭക്തിയോടെ, അന്ധമായിട്ട് ഞാൻ പറയത്തില്ല, ഭക്തിയോടെ വിശ്വസിച്ചവർക്ക് അതിന്റെ മഹത്വം കണ്ടു. അത് തന്നെയാ കൂനിയായ സ്ത്രീയോടും. 18 വർഷം കൂനിയായിട്ടിരുന്നു, എന്നാലും പള്ളിയിൽ പോകുമായിരുന്നു. ആ പള്ളി വെച്ചാ ബാക്കി എല്ലാവരും നിൽക്കുമ്പോഴാ കർത്താവ് കൂനിയെ മാത്രം കണ്ടേ. ശരിയല്ലേ? അപ്പൊ അങ്ങനെ കാണണമെങ്കിൽ അപ്പൊ അത് അതുകൊണ്ട് അവിടെ എല്ലാം കർത്താവ് പറയുന്നത്, നിന്റെ വിശ്വാസം നിന്നെ വിശ്വസിച്ചില്ല. whoever is having the real faith in God, they could get something. അപ്പൊ അത് ശ്രീ പറഞ്ഞതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അത് എല്ലാവർക്കും പക്ഷെ വ്യക്തത ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ പക്ഷെ കർത്താവിന് ആ വ്യക്തത ഉണ്ടായിരുന്നു. ശരിയല്ലേ? താങ്ക് യു.
അച്ചോ, സങ്കീർത്തനം 115-ന്റെ 17-ഉം 18-ഉം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? 115, 17, 18. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ഓക്കെ, ആരും 16 മുതൽ ഞാൻ വായിക്കാം. 15-ാം വാക്യം. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിക്കുവിൻ. ഒരു ഉപദേശം പോലെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന 18 വാക്യങ്ങളിൽ അതിന്റെ ലാസ്റ്റ് 2 വരിയിൽ ഭയങ്കര കോൺട്രാസ്റ്റ് ഉണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രം വായിച്ചാൽ മരിച്ചു കഴിഞ്ഞു ആ വാക്കിനെ ജീവൻ പോയവർ അല്ലെങ്കിൽ സത്ത് നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുന്നവർ, വാ കൊണ്ട് സ്തോത്രം പറയാത്തവർ ഇനി യഹോവയെ സ്തുതിക്കുന്നില്ല, കാരണം അവർ മണ്ണിനോട് ചേരുന്നു. എന്നാൽ അല്ലെങ്കിൽ നാമോ, ബട്ട് എന്നൊരു വാക്ക് അവിടെ ഉണ്ട്. നാമോ ഇന്നു മുതൽ എന്നേക്കും. ഇംഗ്ലീഷ് വായിച്ചാൽ ബട്ട് വി വിൽ ബ്ലസ് ദ ലോർഡ് ഫ്രം ദിസ് ടൈം ഫോർത്ത് ആൻഡ് ഫോർ എവർ മോർ, പ്രൈസ് ദ ലോർഡ്. ഒരു എന്നാൽ എന്നൊരു പദം ഇംഗ്ലീഷിലുണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. അപ്പൊ ഈ നാം ആരാണ്? അതിനെക്കുറിച്ചാണ് സഭ പഠിപ്പിക്കുന്ന. നാം എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് കണക്റ്റഡ് വിത്ത് ഗോഡ് വൈൽ ഹീസ് ലിവിങ്. ഈ ലോകത്തൊരു അവസരം നമുക്കൊക്കെ തരികയാണ്. ചിലര് സംസാരിക്കുന്നതിന് മുമ്പേ ഈ ലോകത്തുനിന്ന് പോയവരുണ്ട്, സംസാരം തുടങ്ങിയിട്ട് പോയവരുണ്ട്. നമ്മൾ ഇന്നും 60, 70, 80 അല്ലെങ്കിൽ 40 വയസ്സുള്ളവർ എൻ്റെ മുമ്പിലുണ്ട്. അപ്പൊ അവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ അറിയുവാൻ നമുക്ക് മാതാപിതാക്കളിലൂടെ, സഭാജീവിതത്തിലൂടെ, തിരുവചനത്തിലൂടെ, വിശ്വാസ പഠനത്തിലൂടെ, ഈ MMVS ഒക്കെ അവസരം കിട്ടുക. അപ്പൊ കിട്ടുമ്പോൾ നമ്മൾ അതിനെ തിരസ്കരിച്ച് ജീവിക്കുവാണെങ്കിൽ, ഇന്നൊരാൾ എന്നോട് സംസാരിച്ച ഒരു അമ്മച്ചിയാ, മക്കള് പള്ളിയിൽ പോകുന്ന ചോദിച്ചു, പറഞ്ഞില്ല അച്ഛാ, ഒരാർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല, പക്ഷെ പള്ളിയിലും പോകത്തില്ലെന്ന്. അപ്പൊ ഇത് ശരിയാ, പ്രിൻസിപ്പിൾ നോക്കുമ്പോൾ കറക്റ്റാ. ഉപദ്രവം ഒന്നും ചെയ്യുന്നില്ല, നല്ല മനുഷ്യരാന്ന് പറഞ്ഞു, പക്ഷെ അവർ പള്ളിയിൽ പോകുന്നില്ല. ഇതിൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ പിന്നെ എന്തിനാ പള്ളിയിൽ പോകുന്നേ? ആ ചോദ്യം വീണ്ടും വരികയാ. ചിലർ പള്ളിയെക്കുറിച്ച് ഭയങ്കര അഭിമാനമാണ്. വി ആർ വെരി പ്രൗഡ് ഓഫ് അവർ ചർച്ച്. അപ്പൊ തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്, ആർ യു കണക്റ്റഡ്? ഹൗ വി ക്യാൻ കണക്ട്? അപ്പൊ അതിന്റെ അപ്പവീഞ്ഞുകളുടെ അംശികളായിട്ട് മാറി കൂദാശകളുടെ സംസർഗത്തിന്റെ ഭാഗമായി ആ റൊട്ടീൻ നമ്മുടെ ജീവിതത്തിന്റെ ചര്യയായിട്ട് മാറുമ്പോൾ, ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവനുള്ളവരായി തീരുന്നത്. അത് നഷ്ടപ്പെടുത്തുന്നവര് ഇപ്പൊ തന്നെ വിളിക്കാൻ പറ്റുന്ന പേര് മരിച്ചു വരുന്ന, ശരിയല്ലേ? ആ അർത്ഥത്തിലാണ് ഇതിനെ സഭ വ്യാഖ്യാനിക്കുന്നത്. നാമോ, നാം എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് കണക്റ്റഡ് വിത്ത് ഗോഡ് വൈൽ വി ആർ ഇൻ ദ യൂണിവേഴ്സ്. അവർ എന്നും ദൈവത്തെ മഹത്വപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ദേ ആർ സ്റ്റിൽ അലൈവ് ഇൻ ദെയർ കണ്ടീഷൻസ്. സജീവ അവസ്ഥയിൽ ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് മോശയ്ക്കും എലിയാവിനും കർത്താവിന്റെ അടുത്ത് വരാൻ പറ്റിയത്. കാരണം അവരുടെ സംസർഗത്തിൽ ജീവിച്ചിരിക്കുമ്പം ദൈവവചനങ്ങളും ദൈവചിന്തകളുമായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോഴും പിതാവാൻ ദൈവം എന്ത് തീരുമാനിക്കുന്നു ആ വിഷയത്തെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാൻ തക്കവണ്ണം they were capable. ഇതാണ് വ്യാഖ്യാനം. മനസ്സിലായി. താങ്ക് യു. അച്ഛാ, ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാത്തലിക് ചർച്ച് ആർ സ്റ്റിൽ മേക്കിംഗ് ന്യൂ സെയിൻസ്, ഓർത്തഡോക്സ് ചർച്ച് ഡസന്റ്. വൈ ദ ഡിഫറൻസ്? രണ്ട് സഭകളും ഇതിന് ഓരോ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കാത്തലിക് സഭ ഉടനടി അവർക്ക് പല പല സെഗ്മെന്റ്സ് ഉണ്ട്, പല ഹൈറാർക്കിക്കൽ സെഗ്മെന്റ്സ്. ആ വാഴ്ത്തപ്പെട്ടവൻ, വിശുദ്ധൻ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ, എനിക്കെല്ലാം പറയാൻ അറിയത്തില്ല, ഗൂഗിൾ സെർച്ച് ചെയ്ത് അത് കാണാൻ പറ്റും. പണ്ട് ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പം ഇതേ ചോദ്യം ഞാൻ എൻ്റെ കൂടെ പഠിച്ച അച്ഛന്മാരോട് ചോദിച്ചപ്പോൾ അവരെനിക്ക് അതിൻ്റെ ഒരു ഡോക്യുമെന്റ് തന്നു. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ സഭ നോക്കുന്നത് അതിനൊരു പർട്ടിക്കുലർ കാലഘട്ടം വേണം, അതിന് ഡോക്യുമെന്റ്സ് വേണം, വിറ്റ്നസ് വേണം, സഭ അതിനെ കാനോനികമായിട്ട് അംഗീകരിക്കുകയും വേണം. സോ ഇറ്റ് വിൽ ടേക്ക് എ ബിഗ് എമൗണ്ട് ഓഫ് ടൈം, ഹ്യൂജ് എമൗണ്ട് ഓഫ് ടൈം. ആ കാലഘട്ടം കൊണ്ട് മാത്രമേ നമ്മുടെ സഭ അതിനെ, പ്രത്യേകിച്ച് നമ്മളൊരു ഓറിയന്റൽ ട്രഡീഷനിൽ വരുന്നവരാ. ബൈസന്റൈൻ ട്രഡീഷനിൽ നോക്കിയാൽ കുറച്ചും കൂടെ കൂടുതൽ വിശുദ്ധന്മാരെ കാണാം. കാത്തലിക് ചർച്ചിൽ വരുമ്പം അത് കുറച്ചുകൂടെ ലിബറൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഹൈറാർക്കിക്കൽ ലെവലിൽ കൂടെ പോയി
അതിന്റെ ടോപ്പ് മോസ്റ്റ് ലെവലിൽ ചെല്ലുമ്പോഴാണ് അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കത്തുള്ളൂ. അപ്പൊ ഇത് രണ്ടും സഭകൾ വെച്ചേക്കുന്ന ഡോക്ട്രിൻസ് ആൻഡ് ഡോഗ്മ അതിന്റെ വ്യത്യാസം കൊണ്ട് ചെയ്തേക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ ചെന്നാൽ അതിന്റെ പ്രോസസ്സ് ഒരു ലെവലിലായിരിക്കും, ചില ഹോസ്പിറ്റലിൽ ചെന്നാൽ വേറെ ലെവലിലായിരിക്കും, ചില യൂണിവേഴ്സിറ്റി ചെന്നാൽ ഒരു ലെവലിലായിരിക്കും, വേറെ യൂണിവേഴ്സിറ്റി വേറെ ലെവലിലായിരിക്കും. ഇനി നമ്മുടെ എല്ലാം പള്ളികൾ സെയിം തന്നെയല്ലേ? ഓർത്തഡോക്സ് ചർച്ച് എല്ലാ പള്ളിയിലെ ആരാധന സംവിധാന രീതി തുല്യമാണ് അല്ല? ചില പള്ളി ആദ്യം സൺഡേ സ്കൂള്, പിന്നെ നമസ്കാരം, പിന്നെ കുർബാന. ചില പള്ളി കുക്കുലിയോനൊക്കെ വരുമ്പോൾ അതിന് സ്കിപ്പ് ചെയ്ത് വിടും, ഇതിന് സമയം വേണ്ട. ചിലപ്പോൾ പറയും പ്രസംഗം ഒഴിവാക്കാമെങ്കിൽ നല്ലതായിരിക്കും. ചിലപ്പോൾ വലിയ പ്രസംഗം നടത്തും, ചിലപ്പോൾ ഏവൻഗേലിയം കഴിയുമ്പോൾ പ്രസംഗം, ചിലപ്പോൾ ലാസ്റ്റ് പ്രസംഗം. ഇതൊന്നും ഇതിന്റെ ആപ്റ്റ് ഉത്തരമല്ല ഞാൻ പറയുന്നത്. അതുപോലെ സഭകൾ അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. ആ അർത്ഥത്തിൽ അതിനെ എടുക്കാം. ചോദ്യങ്ങൾ ഇനിയും ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. Nobody is asking. So Acha, before I wind up, I want to thank you Acha. ഇന്ന് ഈ ക്ലാസ് ഞങ്ങൾക്ക് എടുത്തതിലും നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് ഇത് മാറിയതും, യു ഹാവ് ക്ലിയർഡ് എ ലോട്ട് ഓഫ് ഡൗട്ട്സ് ദാറ്റ് വി പേഴ്സണലി ഹാഡ്. ആൻഡ് ഒരു വൺ ടേക്ക് അവേ ഫ്രം ദിസ് ഇസ്, അച്ഛൻ പറഞ്ഞത് വളരെ ആപ്റ്റായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. ഇന്റലക്ച്വലി നമ്മൾ എന്ത് ചിന്തിച്ചാലും it is we are the ones who would be judging if it is right or wrong. But if we humble our faith and just follow blindly our faith, അതിലുണ്ടാവുന്ന ഒരു തൃപ്തി, അതിലുണ്ടാവുന്ന ഒരു താങ്ക്സ് ഗിവിംഗ്, that is at a different level. So എന്താ പറയാ, സെയിൻസിനോടുള്ള വെനറേഷൻ ആയാലും മദമേരിയോടുള്ള വെനറേഷൻ ആയാലും, if it is through our faith, just as നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റിൽ പറയുന്ന പോലെ, യേശുവിനെ അന്ന് വിശ്വസിക്കാത്ത കുറെ പേരുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ ഹീലിങ്ങിനായിട്ട് പോയ ആൾക്കാര് ഇതുപോലെ കേൾവിയായിട്ടും പിന്നെ ഓരോരുത്തർ പറഞ്ഞ അറിവിലൂടെയാണ് അവർ പോയത്. Just like the Samaritan woman, went and preached in her village, or the friends who brought the paralytic man. ഇതെല്ലാം അവരുടെ വിശ്വാസത്തിലൂടെ അവർ പറഞ്ഞു. എന്നിട്ട് ആ പറഞ്ഞ കാര്യത്തിൽ അവർ വിശ്വസിച്ചുകൊണ്ടാണ് എല്ലാവരും വന്നത്. അതേപോലെ നമ്മൾ നമ്മുടെ ഫെയ്ത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ ഹമ്പിളായിട്ട് വിശ്വസിച്ച് പോവുകയാണെങ്കിൽ we will be at a different level in our own humility and faith. That's a very a striking point that you said, Acha. Thank you so much for that interactive session, and I hope everybody has jotted down the points. Essay എഴുതാനുള്ളതായാലും പഠിക്കാനുള്ളതായാലും പോയിന്റ്സ് എഴുതിയത് അച്ഛൻ. If you have any more biblical references or any more book references that you have, you can always share with us. And we are so thankful that you came back to MMES and you are taking this class for us. Thank you so much, Acha, on behalf of AVHN and the whole, the whole members, group of members here. I thank you from the bottom of our hearts, Acha. Thank you so much. ഈ ബുക്ക് മെറ്റീരിയൽ വേറെ ഉണ്ടോ റെഫറൻസിന്? കാരണം എല്ലാ വർഷവും നമുക്ക് വേറെ റെഫറൻസസ് ഒക്കെ കിട്ടുന്ന ബുക്ക് മെറ്റീരിയൽ ഒന്നും കാണുന്നില്ല. പക്ഷെ സ്റ്റിൽ ഐ എം സെർച്ചിങ്. ഞാൻ 1-2 പേരോടുകൂടെ ചോദിച്ചിട്ടുണ്ട്. അതെനിക്ക് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഷെയർ വിത്ത് യു ത്രൂ ഷിനി. ഓക്കെ, താങ്ക് യു അച്ഛാ. താങ്ക് യു. Okay, thank you, Acha. We will wind up with a word of prayer. Yeah, sure. അതിരിക്കുന്ന എല്ലാവരെയും കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. എസ്പെഷ്യലി ശാന്തമ്മ ആൻറ്റി കണ്ടതിൽ ഒത്തിരി സന്തോഷം. പിന്നെ അതിനകത്ത് ഓരോരുത്തരുടെയും പേര് എനിക്ക് പറയണമെന്നുണ്ട്. ബെറ്റി ആൻറ്റിയെ കണ്ടു. ഇങ്ങനെ എനിക്ക് ഓരോരുത്തരുടെയും എല്ലാവരുടെയും പേരും ഒക്കെ ഇതിനകത്ത് കരുതി കാണിക്കുന്നുണ്ട്. സോ ഐ എം വെരി ഹാപ്പി. MMESന്റെ ഒരു വലിയ കോൺഫറൻസിൽ പങ്കെടുത്ത ഒരു ഫീൽ പോലെ എനിക്ക് തോന്നുന്നു, ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ. താങ്ക് യു. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. രക്ഷതാവായ പുത്ര, ജയമുള്ള നിന്റെ സ്ലീബായാൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവ്, നേരമൊക്കെ എല്ലാ സമയങ്ങളിലും നിന്റെ ദൈവത്വത്തിന് ചെറുകം കീഴിൽ എന്നേക്ക് ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും
പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും ദൈവമേ ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. Thank you, Teacher. Thank you, everyone. Good night. Good night. ഗുഡ് നൈറ്റ്.